നന്മയും തഖ്വയും ആധാരമാക്കിയിട്ടാണ് നമ്മുടെ സഹകരണങ്ങൾ ഉണ്ടാവേണ്ടത്. ഇസ്മും മധുവാനും അഥവാ തെറ്റും ശത്രുതയും അല്ല നാം സഹകരണങ്ങൾക്ക് വേണ്ടി കണ്ടെത്തേണ്ടതായ മാനദണ്ഡം. ആ ഭാഗങ്ങൾ പറയുമ്പോൾ അൽ ഉഖുവ എന്ന പദത്തിന്റെ വിശദാംശങ്ങൾ പറയേണ്ടി വരുന്നു എന്നതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ക്ലാസുകളിൽ നാം ഉഖുവത്തിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി വരികയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ വിഷയം യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ അകത്ത് തൊട്ട് പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അത് അതേ രൂപത്തിൽ ജീവിതമാസകലം പകർത്താൻ വേണ്ടി പാടുപെടേണ്ടതും ആണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് വിശുദ്ധ ഫുർഖാനുൽ അളീമിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ ഇടയിലുള്ള സഹോദര്യ ബന്ധത്തെ നിങ്ങൾ എന്തു ചെയ്യണം? നന്നാക്കണം, സ്ഥാപിക്കണം. അതിലുള്ള വീഴ്ചകളെ നെഗറ്റീവും കൊണ്ട് ആ സഹോദര്യബന്ധം സ്ഥിരീകരിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മളോട് കൽപ്പിച്ച കൽപ്പന ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധേയമാണ്. കാരണം ഇസ്ലാഹ് പിഴവോ വീഴ്ചയോ വന്നിട്ടുണ്ടെങ്കിലാണ് ചെയ്യേണ്ടി വരിക. നമ്മളിൽ എന്നും ഉണ്ടാകും വീഴ്ച. എന്തിൽ? സഹോദര്യബന്ധം പുലർത്തുന്നതിൽ സംശയമേ ഇല്ല. അത് ചോരബന്ധമുള്ള സഹോദരിമാരുമായിട്ടാവട്ടെ, മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി അവൻ ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ ഉള്ളതായ സഹോദര്യബന്ധത്തിലാവട്ടെ, ഇവിടെയെല്ലാം നമ്മളിൽ വരാറുണ്ട്. എന്ത്? ഒരസലുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ഇസ്ലാം കൽപ്പിക്കാത്തതായ ശൈലികളും എല്ലാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഇവിടെ ജീവിച്ചിരുന്ന സഹാബാക്കളോട് ഇസ്ലാമിക ശിക്ഷണം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടത്തിയപ്പോൾ കൽപ്പിച്ച കൽപ്പനകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അറിവുള്ളവരോടും അറിയാത്തവരോടും, നിങ്ങൾ പരിചയമുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ, മുസ്ലിങ്ങളെല്ലാം സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തിനാണ്? അങ്ങും ഇങ്ങും ഉണ്ടാകുന്നതായ അറുപ്പുകളും വെറുപ്പുകളും നീങ്ങാൻ വേണ്ടി തന്നെ. എന്ന് മാത്രമല്ല, അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്റെ ഉമ്മത്തുകളെ, നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ സഹോദര്യബന്ധം സ്ഥാപിക്കാൻ, സ്നേഹബന്ധം സ്ഥാപിക്കാൻ അത് സഹായകമാകുന്നതാണ്. അതെന്താണ്? ഇഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാമിനെ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഫിറ്റാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സ്നേഹബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഫോൺ ചെയ്യുമ്പോൾ, മൊബൈൽ തുറക്കുമ്പോൾ, ബന്ധം പുലർത്തുമ്പോൾ, സഹോദരിമാരാവട്ടെ സഹോദരന്മാരാവട്ടെ, ചിലർക്ക് മടിയാണ് അത് പറയാൻ. ആദ്യമായിട്ട് പറയേണ്ടത് അസ്സലാമു അലൈക്കും. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വലൈക്കും അസ്സലാം മറുപടി നൽകുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോട് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞവരോട് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് പറയാൻ വേണ്ടി പരിശ്രമിക്കണം. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇലാഹി ബന്ധങ്ങൾ കെട്ടിപ്പടുത്താനുള്ളതായ മാനദണ്ഡമാണ്. അത് ചെയ്താൽ സഹോദര്യ ബന്ധത്തിനും സ്നേഹബന്ധത്തിനും അത് മുതൽക്കൂട്ട് ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞത് ശരിയാണ്, സംശയമേ ഇല്ല. നാം അതിൽ വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് നാം ഫോൺ തുടങ്ങിയാൽ എവിടെയെന്ന് ചോദിക്കലാണ്, അല്ലെങ്കിൽ എവിടെയാടാന്ന് ചോദിക്കലാണ്. എന്നല്ലാതെ അസ്സലാമു അലൈക്കും എന്ന് പറയൽ പരിചയമില്ല പലർക്കും. നിങ്ങളെക്കുറിച്ചോ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെക്കുറിച്ചോ അല്ല ചർച്ച. ഇന്ന് പൊതുവിൽ മുസ്ലിങ്ങളുടെ സ്വഭാവം അതാണ്. ചിലപ്പോഴൊക്കെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും തുടങ്ങൽ തന്നെ, സംസാരം ആരംഭിക്കുന്നത് തന്നെ. അവിടുന്നൊക്കെ നാം ഉയരണം. യഥാർത്ഥത്തിൽ നമ്മുടെ മദീനവാസികളാവാൻ ചാൻസ് കിട്ടിയവരുടെ സ്റ്റാൻഡേർഡിലേക്ക് നാം ഉയരണം. അപ്പോൾ റസൂൽ പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അലാ ഉനബ്ബിഉക്കും അലാ ഉഖ്ബിറുക്കും ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ത് ഒരു കാര്യം? ഇദാ ഫഅൽതുമൂഹു, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തഹാബബ്തും, നിങ്ങൾ അങ്ങുമിങ്ങും സഹോദരന്മാരായി, സഹോദര്യബന്ധം സ്നേഹബന്ധം സ്ഥാപിച്ചവരായി മാറും.
ഹുബ്ബുണ്ടാകും. തഹാബബത്തും, നിങ്ങളിൽ ഹുബ്ബുണ്ടാകും. അപ്പോൾ ഹുബ്ബ്, സ്നേഹം ഉടലെടുക്കാൻ നല്ല മാർഗമാണ് സലാം പറയൽ. എന്തുകൊണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അറബി ഭാഷ അറിയാത്തത് കൊണ്ട്, ചിലപ്പോൾ അതിന്റെ ആഴത്തിലിറങ്ങി പലരും ചിന്തിക്കാത്തത് കൊണ്ട് മനസ്സിലാക്കാത്തതാണ്. അസ്സലാമു അലൈക്കും എന്താ അർത്ഥം? അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാവട്ടെ. എന്തോ ഒരു നല്ല കാര്യമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട്, ഒരു മുസ്ലിമത്ത് മറ്റൊരു മുസ്ലിമത്തിനോട് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മറുപടി വലൈക്കുമുസ്സലാം, നിങ്ങളിലും അതുപോലെ അള്ളാഹുവിന്റെ രക്ഷ, അനുഗ്രഹം ചൊരിയട്ടെ, പ്രാർത്ഥന. അത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ അകത്ത് വെറുപ്പും ഇല്ലാതിരിക്കുവാനും ഉള്ളത് പോകാനും വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണല്ലോ എന്ത്? അങ്ങുമിങ്ങും പ്രാർത്ഥിക്കുക എന്നത്. പ്രാർത്ഥനയുടെ മേഖലയിലേക്ക് ആരാണ് എത്തുക? സ്നേഹിക്കുന്നവർ മാത്രമാണ് എത്തുക. അതുകൊണ്ട് സലാം കൊണ്ട് ആരംഭിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. ലാ തഹസദു, നിങ്ങൾ അസൂയാലുക്കളായി മാറരുത്. വലാ തബാഗലു, നിങ്ങൾ അങ്ങുമിങ്ങും കോപ്പിക്കുന്നവരായി മാറരുത്. വലാ തദാബറു, നിങ്ങൾ അങ്ങുമിങ്ങും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്, ഒരു മുസ്ലിമത്തിന് മറ്റൊരു മുസ്ലിമത്തിന്റെ ആവശ്യമുള്ള സന്ദർഭത്തിൽ പിന്തിരിഞ്ഞോടുന്ന സ്വഭാവം ഉണ്ടാവരുത്. അതാണ് തദാബറു. ലാ തഹാസദു വലാ തബാഗലു വലാ തദാബറു വലാ തനാജശു. ഇത് നാം പലപ്പോഴും കേട്ടതാണ്. ഇതിനു മുമ്പ് പലപ്പോഴും കേട്ട് പരിചയമുള്ള ഹദീസാണെങ്കിൽ വിഷയത്തോട് ബാധിക്കുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത്. ഒരു ലാ യബീഉ ബഅദുകും, ഏത്? ഒരാള് വിൽപ്പന നടത്താൻ പാടുള്ളതല്ല. വിൽപ്പന, കച്ചവടം, ബിസിനസ്. മറ്റാള് വില പറഞ്ഞതിലേക്ക് പോയിട്ട് നാം വില പറയാൻ പാടുള്ളതല്ല. അങ്ങനല്ലേ? എന്താണ്? അലാ ബൈ അഖീഹി, ഒരാള് അവന്റെ സഹോദരന്റെ ബിസിനസ് അവൻ നടത്തുന്ന ഒരാൾ വന്നിട്ട് എന്താണ് ഇതിന് വരാൻ ചോദിക്കുമ്പോൾ നാം അവിടെ എത്തിക്കഴിഞ്ഞാൽ നാം മൗനം ദൂഷിക്കുക. അയാൾ പറഞ്ഞു തീരട്ടെ. അയാൾ കച്ചവടം ചെയ്യുന്നുണ്ടോ ഇല്ലോ നോക്കുക, ബിസിനസ് നടത്തുന്നുണ്ടോ ഇല്ലോ നോക്കുക. എന്നിട്ട് അയാളൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ ലേലമല്ലാത്ത സന്ദർഭത്തിൽ, ലേലമാണെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് ബിസിനസ് ആകുന്നില്ല. ഏത് ഒരാൾ 10 പറയുമ്പോൾ അയാൾ 10ന് ഒരുങ്ങണ്ടേ? എന്നാലേ 10 പറഞ്ഞാൽ ഇത് മറ്റൊരാൾക്ക് 15 പറഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരും. അല്ല, അതവിടെ വിൽപ്പന നടക്കുന്നില്ലാത്തതുകൊണ്ട് ലേലത്തിന്റെ സ്വഭാവത്തിൽ അതില്ല. ഒരാൾ 10 പറയുന്ന അയാൾ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് എത്തിയാൽ അയാൾ വിൽക്കുള്ളൂ. അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് ആളെ ക്ഷണിക്കുകയാണ് ലേലത്തിലൂടെ ചെയ്യുന്നത്. അത് ഈ ഇനത്തിൽ പെടുന്നതല്ല. നേരെ മറിച്ച് കടയിലോ മറ്റോ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരാൾ വില പറഞ്ഞതിലേക്ക് വില പറയാൻ പാടുള്ളതല്ല. അതെന്തിനാണ് റസൂൽ വിരോധിക്കുന്നത്? വലസലില്ലാതിരിക്കാൻ വേണ്ടി, അറപ്പില്ലാതിരിക്കാൻ വേണ്ടി, വെറുപ്പില്ലാതിരിക്കാൻ വേണ്ടി. അതെ, മുരടോടെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ അറുപ്പിനെ വെറുപ്പിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശാലമായ ദീനിന്റെ അനുഗ്രഹീത നിയമങ്ങളിലൂടെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് പാടുപെടുന്നതും പരിശ്രമിക്കുന്നതും. അതാണ് റസൂൽ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത് അങ്ങുമിങ്ങും. അയാൾക്കത് കിട്ടിക്കോട്ടെ, നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാക്കേണ്ടതില്ല. കാരണം അല്ലാഹ് നിങ്ങൾക്ക് നൽകിയതേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, അല്ലാഹ് അവർക്ക് നൽകിയത് അവർക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഓരി വെച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് അസൂയ വെക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതാണ് എന്ത്? അസൂയയിലൂടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭാഗം. അത് പറയേണ്ടതില്ല. വലാ തബാഗലു, നിങ്ങൾ അങ്ങുമിങ്ങും ദേഷ്യപ്പെടരുത്, കോപ്പിക്കരുത്, അങ്ങുമിങ്ങും ബുഗ്ളുണ്ടാവരുത്. എന്തെങ്കിലും വരസലുകൾ ഉണ്ടായാൽ ഉടനെ തന്നെ ക്ലിയർ ആക്കുക. സദസ്സോട് വിട വാങ്ങുന്നതിന് മുമ്പ് ക്ലിയർ ആക്കുക. സഹോദരിമാരാവട്ടെ സഹോദരന്മാരാവട്ടെ. വലാ യബീഉ ബഅദുകും അലാ ബൈഇ അഖീഹി, നിങ്ങൾ ഒരാൾ വിറ്റതിന്റെ മേലിൽ വിൽക്കാൻ നിൽക്കരുത്, വില പറഞ്ഞതിന്റെ പേരിൽ വില പറയാൻ നിൽക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് എതിർക്കുന്നത്, എന്തിനാണ് വേണ്ട എന്ന് വെക്കുന്നത്? അറുപ്പും വെറുപ്പും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുകളായ ഏകോദര സഹോദരന്മാരായിട്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. വകൂനൂ, നിങ്ങളാവുക ഇബാദല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാന്റെ അടിമകളാണ്. നിങ്ങളെല്ലാവരും അള്ളാന്റെ അടിമകളാണ്, ഏകോദര സഹോദരന്മാരായി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് റസൂൽ പറയുന്നാലും മുഅ്മിനുൽ മുഅ്മിൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കൽബുന്യാൻ, കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദ, ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് താങ്ങും തണലാകുന്നത് പോലെ
ഇന്ത്യൻ മുസ്ലിം അമേരിക്കൻ മുസ്ലിമിന്, ചൈന മുസ്ലിം ഇന്ത്യൻ മുസ്ലിമിന്, അങ്ങും ഇങ്ങും എന്ത് വേണം? താങ്ങും തണലുമായിരിക്കേണ്ടതാണ്. ബുഖാരിയിലാണ് 6026 നമ്പർ ഹദീസ്, മുസ്ലിമിനും 2885 നമ്പർ ഹദീസുമാണ് നിങ്ങൾ കേൾക്കുന്നത്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി ഉണ്ടാവേണ്ടതായ സ്നേഹബന്ധത്തിൽ അവർ ഏത് രൂപത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്? കമസലിൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെ. ഇദസ്തകാ മിൻഹു ഉദുൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽ ഹുമ്മാ. ഒരു അവയവം പ്രയാസപ്പെടുന്ന വേളയിൽ എങ്ങനെയാണ് ഒരു അവയവത്തിന്റെ ഒരു ഭാഗത്ത് മുറിവുണ്ടായാൽ ആ മുറിവ് കാരണത്താൽ പനി വരുമ്പോൾ ശരീരമാസകലമാണ് പനി വരാറുള്ളത്. കാരണം ശരീരമാസകലം ഒന്നിച്ചിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ. അതുപോലെയായിരിക്കണം, ഒരു ജസദ് പോലെയായിരിക്കണം ലോകത്തിലുള്ള മുസ്ലിങ്ങളാസകലം ഒരു ശരീരം പോലെ. എന്തൊരു വാക്ക്! നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേട്ട് 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 മടുത്ത കാര്യമായതുകൊണ്ട് നമുക്ക് അതിന്റെ ഗാംഭീര്യത അറിയുന്നില്ല. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മുടെ നേതാവ് പണ്ട് മദീനയിൽ നിന്നിട്ട് പറഞ്ഞ് അത് പഠിപ്പിച്ച് അത് ഫിറ്റാക്കി അത് പ്രായോഗികമാക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടായി, ഇവിടെ ലക്ഷത്തിൽ പരമുണ്ടായി. അങ്ങനെയുള്ളവർ റസൂൽ പോകുന്ന വേളയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് റസൂലുള്ളാഹി പോയത്. എന്തിനു വേണ്ടിയാണ്? ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തുണ്ടാവാൻ പാടില്ല? ഭിന്നിപ്പോ, അറുപ്പോ, വെറുപ്പോ, ഗ്രൂപ്പീസമോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധമാണ് റസൂലുള്ളാഹിക്കുണ്ടായത്. അത് ആദ്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പാഠം പഠിപ്പിച്ച് ജീവിതത്തിന്റെ മുമ്പിൽ പകർത്തിയ വിഭാഗമാണ് സഹാബാക്കൾ. ആ സഹാബാക്കളുടെ കൂട്ടത്തിൽ അത് മുഹാജിറുകളുമായിട്ട് കൂറുവെച്ചവര്, പങ്കിട്ടവരാരായിരുന്നു? അൻസാറുകളായിരുന്നു. അതുകൊണ്ടാണ് ആ അൻസാറുകൾക്ക് സഹായികൾ എന്ന് തന്നെ പേര് വെക്കപ്പെടാൻ കാരണം അൻസാർ. അതെ, നിങ്ങൾ ലാസ്റ്റ് കേട്ട ഹദീസ് 6011 ബുഖാരിയിൽ, മുസ്ലിമിൽ 2586. ആയിഷ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഈ ഹദീസ് വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഫാമിലി ക്ലാസ്സിലാകുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ട് ഞാൻ ബുഖാരിയിൽ നിന്നിട്ട് ഹദീസ് പ്രത്യേകം ഇത് തെരഞ്ഞെടുത്തതാണ്. എന്താണത്? ആയിഷ പറയുന്നു, റസൂല് ഞങ്ങളിൽ നിന്നിട്ട് ചിലരുടെ, റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ നിന്നിട്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരിൽ നിന്നിട്ട് ചിലരുടെ കൂടെ വീട്ടിലുണ്ടാകും. എന്തുമായി? സഹായവും ചെയ്തുകൊണ്ട്, സഹായിച്ചുകൊണ്ട്. ആരെ? ഞങ്ങളെ സഹായിക്കുക. അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ, വീട്ടുകാര്യങ്ങൾ എന്താണ്? വീടുമായി ബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോ വസ്ത്രം ക്ലിയർ ആക്കലായിരിക്കും, തിരുമ്പലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വീട്ടുജോലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കവേ ഞങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കാറുണ്ട് ലോക നേതാക്കളുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ സ്വന്തം ചെരുപ്പ് അവർ തന്നെ റിപ്പയർ ചെയ്യാറുണ്ട്. അത് വേറെ കാര്യം. ഇത് സഹായവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. ഭാര്യയുമായിട്ട് പങ്കിടാറുണ്ട്. എന്തിൽ? അവര് വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിൽ അതിനുവരെ സമയം കണ്ടെത്താറുണ്ട്. തിരക്കിട്ട ദൂതർ. എന്തായിരിക്കും അവരുടെ തിരക്ക്? പറയേണ്ട ആവശ്യമുണ്ട്? ലോക നേതാക്കളുടെ നേതാവല്ലേ, ഏത് സമയത്ത് വഹി ഇറങ്ങിക്കൊണ്ടേയിരിക്കാൻ സാധ്യതയുള്ള വ്യക്തി. മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തലയിൽ പൊക്കി ഏറ്റി നടക്കുന്നതായ നേതാവ്. അങ്ങനെയുള്ള നേതാവിനിപ്പോ വീട്ടിന്റെ അകത്ത് പ്രശ്നം പരിഹരിക്കാനും ടൈമുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ എത്ര പ്രാധാന്യം നൽകുന്നുണ്ട് സഹകരണങ്ങൾ എന്ന വാക്ക് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കാൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. പക്ഷെ ആ മാതൃക ആരാണ് ജീവിതത്തിൽ പകർത്തുന്നവർ? ആ മാതൃകയിലൂടെ ആരാണ് ആസ്വദിക്കുന്നവര്? ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവർ, അള്ളാഹിനെ കണ്ടെത്തണമെന്ന് പൂതി വെക്കുന്നവർ. വദക്കറല്ലാഹ കസീറ, അള്ളാഹിനെ കൂടുതൽ കൂടുതൽ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നവർ.
അള്ളാഹിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരും അള്ളാഹിനെ കാണണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ ജീവിക്കുന്നവരാരുണ്ടോ അവര് ഇവിടെ ജീവിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലാണ് അവർ മാതൃക കണ്ടെത്തേണ്ടത്. അങ്ങനെ മാതൃക കണ്ടെത്തുന്ന വേളയിൽ 5 വഖ്ത് നമസ്കാരമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള മാതൃക കണ്ടെത്തുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുള്ള സാർവ്വ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്നത് ഹദീസിലൂടെ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് അത് പഠിക്കേണ്ടി വരും, അത് ജീവിതത്തിൽ പകർത്തേണ്ടി വരും. ഹദീസ് നിഷേധികൾ അവിടുന്ന് പുറത്താകും. മാതൃക കണ്ടെത്താത്തവരാണ് ഹദീസ് നിഷേധികൾ, മാതൃക കണ്ടെത്താത്തവരാണ് എന്നത് നാം പഠിച്ചു വന്നതായ യാഥാർത്ഥ്യവുമാണ്. ബുഖാരിയിൽ 6039 നമ്പർ ഹദീസാണ്. ആയിഷ പറയുന്ന ഭാഗം റളിയല്ലാഹു തആല അൻഹ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് 7 കാര്യം കൽപ്പിക്കുകയാണ്. ആ 7 കാര്യത്തിൽ റസൂൽ എണ്ണം കേൾക്കുക. ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കണം. രോഗിയെ സന്ദർശിക്കണം. രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്തു വേണ്ടി വരും? അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യുആഫിയക വയശ്ഫിയക. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യുആഫിയക വയശ്ഫിയക എന്ന് 7 പ്രാവശ്യം അവിടെ പോയിട്ട് അവന്റെ മുമ്പിൽ നിന്നിട്ട് പറയണം. ഹോസ്പിറ്റലിൽ മടിയാണ് അല്ലേ? അതൊക്കെ പറയാനോ? അവിടെ പോയാലും ചില ആൾ ബിസിനസ്സേ പറയുള്ളൂ. മരണം ഓർക്കാനുള്ള ചാൻസ് വല്ല സ്ഥലത്തുണ്ടെങ്കിൽ ഖബറിലേക്ക് പോക്കും, മരിച്ചവരുടെ കൂടെ പോക്കും റസൂൽ പഠിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ആസ്പത്രിയിലേക്ക് പോക്കുമാണ്. അങ്ങനെയുള്ള ആസ്പത്രിയിൽ ചെന്നാലും ദുനിയാവായിരിക്കും ചർച്ച. അവിടെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനായിരിക്കും ഇവൻ സന്ദർശിക്കാൻ പോകുന്ന ആൾ. എന്നാലും അദ്ദേഹത്തിന് പരലോകത്തെ ഓർക്കാൻ, അള്ളാഹിനെ സ്മരിക്കാൻ പറ്റുന്ന വല്ലതും പറഞ്ഞു കൊടുക്കാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി തുഹൂറുൻ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ചെയ്ത തെറ്റിൽ നിന്നിട്ട് മോചനം നൽകട്ടെ ഈ നിങ്ങൾക്ക് അള്ളാഹ് നൽകിയ ഈ രോഗത്തിലൂടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഞെട്ടിപ്പിക്കുന്ന പദം പറയാൻ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. അതും പറയൂല, മാനപ്പാടം വേണ്ടേ, മലയാളം പറഞ്ഞാൽ മതി. അള്ളാഹ് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ പാപത്തിൽ നിന്നിട്ട് മോചനം നൽകട്ടെ എന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? റസൂൽ പറഞ്ഞത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറബികളെ പറയുന്നത് കേൾക്കാം. ആശുപത്രിയിലൊക്കെ ഇരുന്നിട്ട് ഞാൻ ഇന്ന് വരെ കേട്ടു ഹോസ്പിറ്റലിൽ ആ ശബ്ദം. അത് അങ്ങനെ ചെല്ലുക എന്നത് നമുക്ക് ദീനിന്റെ ചടങ്ങുകൾ ചിഹ്നമായിട്ട് നാം ഗണിക്കേണ്ടതാണ്. ദീനിന്റെ ചടങ്ങുകൾ ചിഹ്നമായി ഗണിക്കേണ്ടതും അതിലൂടെ നാം അഭിമാനിക്കേണ്ടതുമാണ്. അത് ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനമുണ്ടാവണം. ആർക്കുമില്ലാത്ത മറ്റേത് മതസ്ഥർക്കുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് നമുക്ക് റബ്ബ് നൽകിയിട്ടുള്ളത് നമ്മുടെ ഈ മതത്തിൽ എന്ന ബോധത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കൂ. എത്ര ആസ്വാദനം ലഭിക്കും, എത്ര ഈമാൻ പുതുക്കാൻ അത് ഉപകരിക്കും, എത്ര ഈമാന് പുഷ്ടി ഉണ്ടാക്കാൻ അത് സഹായകമാകും, സംശയമേ ഇല്ല. അതെ, ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക. ഒത്തിബാഉൽ ജനായിസ്, എന്താണ് ഒത്തിബാഉൽ ജനായിസ്? മയ്യത്ത് പരിപാലനം, അതിന്റെ കൂടെ പോവുക, മയ്യത്തിന്റെ കൂടെ പോവുക. കൂടെ പോകുമ്പോൾ പരിപാലനം അടക്കം ചെയ്യാൻ അതിൽ പങ്കാളികളാവാൻ സാധിക്കും. അതുപോലെ തന്നെ ഖബർ വരെ ചെല്ലാനും ഖബറടക്കാനും അതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ തശ്മീത്തിൽ ആതിസ്, തുമ്മിയവന് തശ്മീത്ത് ചെയ്യുക. എന്താണ് തശ്മീത്ത് പറഞ്ഞാൽ? തുമ്മിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നാം എന്ത് പറയണം? യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അതെ. പിന്നെയോ റദ്ദുസ്സലാം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ റദ്ദുസ്സലാം. നമ്മുടെ ഇടയിൽ വളരെ വലിയ ഉർവത്തുൽ ഉസ്ഖാ, മഹാകാര് ബന്ധം ഉണ്ടാക്കാനുള്ളതായ മാനദണ്ഡമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മോട് വെറുപ്പുള്ളവരുടെ വെറുപ്പ് പോലും മാറാൻ ഭാവിയിൽ കുറേ കാലം കഴിയുമ്പോൾ സാധ്യതയുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അതെ, സലാം പറയുമ്പോൾ സലാം മടക്കാത്ത മനുഷ്യനോട് പറഞ്ഞ് അവസാനം അയാളെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ. അത് നിങ്ങളും പരിശോധിച്ച് നോക്കുക. ചില ആൾക്കാർ സലാം പറഞ്ഞാൽ മടക്കാൻ പ്രയാസം, അല്ലെങ്കിൽ പറയാൻ പ്രയാസം. ചിലപ്പോൾ ഗ്രാമീണന്മാരായിരിക്കല്ലോ, ഒരുപോലെയല്ലോ മനുഷ്യന്മാർ. 5 പേരിൽ ഒരുപോലെയാണോ? പല വ്യത്യസ്തമായ പേരിലാണ്. ഇതുപോലെ മനുഷ്യന്മാർ പലരും പല സൈസിലായിരിക്കും. അപ്പോൾ അതങ്ങനെ തന്നെ നാം പരിഗണിച്ചുകൊണ്ട് എനിക്കുള്ള ഇൻട്രസ്റ്റ് അയാൾക്കില്ലാത്തത്, ഞാൻ കേട്ടതുപോലെ ഖുർആനും സുന്നത്തും അയാൾ കേട്ടിരിക്കൂല, ഞാൻ പോയതുപോലെ അയാൾ ക്ലാസ്സിൽ പോയിരിക്കൂല, ഞാൻ പഠിച്ചതുപോലെ അയാൾ
പ്രയാസപ്പെട്ട നാം മനുഷ്യന്മാർ ഉണ്ടാക്കിയ സാധനം കേടുവരുമെന്നത് അത്ഭുതമില്ല. മനുഷ്യന്മാർക്ക് തന്നെ എത്ര രോഗം ബാധിക്കുന്നു അല്ലേ? സ്വാഭാവികമാണ്, സംഭവിക്കാം. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ നാം എന്താ പറഞ്ഞു വരുന്നത്? അൻസാറുകൾ എന്ന ആ തലക്കെട്ട് നൽകിയും കൊണ്ട് ഈ മദീനയിൽ അവർ ജീവിച്ച, അവർ നടന്ന മണ്ണിൽ അവർ ശ്വസിച്ച വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതേ നാട്ടിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവർ ജീവിച്ച രീതിയെക്കുറിച്ച് അവർക്ക് ആ പേര് കരഗതമാക്കാൻ എങ്ങനെയാണ് സാധിച്ചു എന്നതിനെക്കുറിച്ച് പഠനം നടത്തുക എന്നത് മഹാസൽക്കർമ്മമാണ്, സംശയമേ ഇല്ല. നടപ്പാക്കുന്നവർക്ക്, അതനുസരിച്ച് ജീവിതത്തിൽ നടപ്പാക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 ക്ലാസോ അതിൽ കൂടുതലോ ഓർമ്മ വരുന്നില്ല, ഈ വിഷയത്തിൽ അൻസാറി എന്ന തലക്കെട്ട് നൽകി ഞാൻ നൽകുന്നത്. എന്താണ് അൻസാരികൾ ആരെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് അൻസാരി എന്ന പദം നമ്മെ പഠിപ്പിക്കുന്നു എന്നതാണ് ഇതുവരെ പഠിച്ചു വരുന്നത്. എന്നിട്ട് നമുക്ക് അൻസാരികളിലേക്ക് ചെല്ലാം. ആ പദം പഠിപ്പിക്കുന്ന ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അൻസാറുകൾ ആര് എന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആസ്വാദനം ഉണ്ടാകും. അതിലൂടെ നമുക്ക് അവരെ പോലെ ജീവിക്കാൻ നമ്മെ നമ്മുടെ ഈമാൻ ഇൻഷാ അല്ലാഹ് പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള ഈമാന്റെ ഉടമകളാക്കി നമ്മെ അല്ലാഹു മാറ്റട്ടെ. അതെ സഹോദരന്മാരെ, സഹോദരികളെ, ആക്രമിക്കപ്പെട്ട ആളെ സഹായിക്കുക. വൈജാബത്തുദ്ദാഇ, ക്ഷണിച്ചാൽ ക്ഷണത്തിന് മറുപടി നൽകുക. ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന്, ഒരു മുസ്ലിം ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിന് മറുപടി നൽകണം. അല്ലെങ്കിലോ അപ്പം തന്നെ എനിക്ക് വരാൻ പറ്റൂല എന്ന് ഒഴിവുകിഴിവ് പറയണം. അല്ല, ആ സന്ദർഭത്തിൽ ഒഴിവുകിഴിവ് പറയാനുള്ള ചാൻസ് അല്ലെങ്കിൽ പോകുമെന്ന് പ്രതീക്ഷയുണ്ട്, പിന്നെയാണ് സംഭവിച്ചത് പോകാൻ പറ്റൂല എന്നുള്ള തടസ്സം. എന്നാൽ ഉടനെ തന്നെ ഇന്ന് റബ്ബിന്റെ മുമ്പിൽ കാണാൻ പോകാൻ പറ്റില്ലല്ലോ റബ്ബെ എന്ന് പറയാനില്ലല്ലോ. ഇന്ന് മൊബൈലുണ്ട്, മൊബൈലില്ലാത്ത ആരുമില്ല. ഇന്ന് ജീവിക്കുന്നവരുടെ കയ്യിലെല്ലാം മൊബൈലാണ്. ആ മൊബൈൽ ഇല്ലാത്തവർ വളരെ ദുർലഭമാണ് ഇന്ന് ലോകത്തിൽ. അപ്പോൾ ആരോടും ഏത് സന്ദർഭത്തിലും തടസ്സങ്ങൾ വരികയാണെങ്കിൽ പറഞ്ഞു ഒഴിവുകഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയിട്ടുണ്ട്. നോക്കൂ, കാലങ്ങൾ വിട്ടുകിടക്കുമ്പോഴെല്ലാം അല്ലാഹു നമുക്ക് അവന്റെ ദീനിനെ ജീവിതത്തിൽ പകർത്താനുള്ള സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചതാണ്. പണ്ട് അങ്ങനെ ഇല്ലല്ലോ. പണ്ട് ഹദീസ് പഠിക്കാൻ ഇവിടുന്ന് ഷാമിലേക്ക് പോകണം, അല്ലെങ്കിൽ ഷാമിന്ന് ഇങ്ങോട്ട് വരണം അല്ലേ? ഇന്ന് എവിടെയും കിട്ടും ഹദീസ്. എവിടെയും ഇന്റർനെറ്റ് തുറന്നാൽ ഹദീസ് കിട്ടും. എവിടെയും റേഡിയോ തുറന്നാൽ ഖുർആൻ കിട്ടും. ലോകത്തിൽ പലയിടങ്ങളിലും, ചില രാഷ്ട്രങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഖുർആനിന്റെ ചാനൽ പ്രത്യേകം തന്നെയുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ റേഡിയോയിലാവട്ടെ, അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലാവട്ടെ. അപ്പോൾ ഏത് നിലക്ക് നോക്കുകയാണെങ്കിൽ റബ്ബിന്റെ അടുക്കിലേക്ക് എത്താൻ, റബ്ബിന്റെ സാമീപ്യം നേടാൻ, റബ്ബിന്റെ പ്രീതികരമാക്കാനുള്ള ചുറ്റുപാടുകൾ, അന്തരീക്ഷങ്ങൾ കാലം വിട്ടുകിടക്കുമ്പോഴെല്ലാം, പുരോഗതി പ്രാപിക്കുമ്പോഴെല്ലാം നമ്മുടെ പരിസരത്തിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം തെളിവ് അല്ലെങ്കിൽ ഹുജ്ജത്ത് അല്ലാഹ് നമുക്ക് എതിരിൽ സ്ഥാപിക്കും പോലെ റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് കഴിഞ്ഞില്ല, സാധിച്ചില്ല, പഠിച്ചില്ല, കേട്ടില്ല, സൗകര്യം കിട്ടിയില്ല, എനിക്ക് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ അനാചാരമാണെന്ന് പഠിക്കാനുള്ള ചുറ്റുപാടുണ്ടായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മക്കത്ത് മദീനത്ത് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും പഠിക്കേണ്ടതുമില്ല, അവന് വാത് കേൾക്കേണ്ടതുമില്ല. അന്തരീക്ഷം കണ്ടാൽ തന്നെ പെട്ടെന്ന് എവിടെ പോയി നമ്മുടെ നാട്ടിലുള്ള ആനപ്പൊക്ക് കാണുന്നില്ലല്ലോ, സന്തലപ്പൊക്ക് കാണുന്നില്ലല്ലോ, ഉത്സവം കാണുന്നില്ലല്ലോ, ജന്മദിന ആഘോഷമില്ലല്ലോ, മരണദിന ആഘോഷമില്ലല്ലോ. ഇത് അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ച നാടല്ലേ? ഈ നാട്ടിലല്ലേ അതിദീനിലുണ്ടെങ്കിൽ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ല എന്നതിനെക്കുറിച്ച് ചൂറുന്ന ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാതിരിക്കുകയില്ല. ഇനി ചിന്തിക്കുന്നില്ലെങ്കിൽ അവനേക്കാളും അക്ഷതൻ വേറെ ഖുർആന്റെ ഭാഷയിൽ ഇല്ല. നാൽക്കാലി മൃഗത്തെക്കാളും അതപ്പതിച്ചവനെന്ന് ഖുർആൻ പറഞ്ഞ ഇനത്തിൽ പെട്ടുപോകുന്നതാണ്. അങ്ങനെയുള്ളവരെ അല്ലാഹു ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നന്മയിലേക്കും തഖ്വയിലേക്കും തൗഹീദിലേക്കും നയിക്കട്ടെ എന്ന് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അതെ, വൈജാബത്തുദ്ദാഇ, വിളിച്ചവന് മറുപടി നൽകുക. വൈബ്റാറുൽ ഖസം, സത്യം ചെയ്താൽ അത് പുലർത്തുക. സത്യം ചെയ്താൽ ഈ അറബികളിൽ കാണുന്ന രൂപത്തിലുള്ള സംസാര ശൈലിയിൽ വരുന്ന വല്ലാഹി അല്ല. നിയ്യത്തോടുകൂടി ഒരാള്
അതായത് അറബികളിൽ തന്നെ നാം ഇപ്പോൾ ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കവേ അയാൾ വല്ല കാര്യങ്ങളും നാളെ നമുക്ക് ഇന്ന സ്ഥലത്ത് കണ്ടുമുട്ടാം എന്ന് പറയുമ്പോൾ മറ്റാൾ ചോദിക്കും വല്ലാഹി എന്ന് ചോദിക്കും. അവിടെയാണ് ഇപ്പറയുന്ന വല്ലാഹി വരിക. എവിടെ? അള്ളാഹിനെ തന്നെയാണ് നിങ്ങൾ കണ്ടുമുട്ടുമോ എന്ന ചോദ്യം. അവിടെ വല്ലാഹി അതേ ഞാൻ നാമുമായി കണ്ടുമുട്ടാമെന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച് ചെയ്യുന്ന സത്യമാണ്. ആദ്യം സംസാരിച്ച ശൈലിയിൽ വരുന്നതായ സത്യവചനം അതെന്തല്ല, ഉദ്ദേശിച്ച് പറയുന്ന സത്യവചനമല്ല. അത് അറബി നാടൻ ശൈലി അങ്ങനെയാണ്. ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ഇന്ന ആൾ അവിടെ ഉണ്ടോന്ന്. വല്ലാഹി മാറായിത്തു, ഞാൻ കണ്ടിട്ടില്ല എന്നേ ഞാൻ അർത്ഥമുള്ളൂ, എന്നല്ലാതെ അള്ളാഹിനെ തന്നെയാണ് സത്യം ഞാൻ കണ്ടിട്ടില്ല എന്നതിന് അർത്ഥമില്ല അറബി ഭാഷയിൽ. അങ്ങനെയാണ് അറബി ശൈലി. ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ശൈലിയിൽ ഉള്ളതായ ആ വല്ലാഹിയെ ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നതല്ല, നിങ്ങൾ ഹൃദയത്തിൽ കരുതി പറയുന്ന സത്യവചനം അതിനെയാണ് നിങ്ങളോട് ഞാൻ ചോദ്യം ചെയ്യുക. പരലോകത്തിൽ ഖുർആൻ പറയുന്ന ശൈലിയാണ്. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും വലാകിൻ യുആഖിദുകും ബിമാ, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് അഖാത്തുൽ ഐമാൻ, കരുതിക്കൂട്ടി ഉദ്ദേശിച്ചിട്ട് നാം സത്യവചനം ചെയ്താൽ അങ്ങനല്ലേ. വലാകിൻ യുആഖിദുകും ബിമാ അഖാത്തുൽ ഐമാൻ. അതെ, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും, നിങ്ങൾ സംസാരവേളയിൽ പറയുന്നതായ ലഹവ് അത് ഉദ്ദേശിച്ച് പറയുന്നതല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? കാരണം ഖുർആൻ ഇറങ്ങുന്നത് ഇവിടെയല്ലേ. ഇവിടെ ജീവിക്കുന്നവരുടെ ശൈലി അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹ് സൃഷ്ടികളല്ലേ എല്ലാവരും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാമും പഠിക്കേണ്ട കാര്യമാണ്. അറബികളൊക്കെ സംസാരിക്കുമ്പോൾ അല്ലാഹു അല്ലാഹു എന്ന് പറയുന്നത് എന്തല്ല, സത്യമല്ല, സത്യവചനമല്ല. അതേ സമയത്ത് അവരെ കൊണ്ട് ചെല്ലൂ സത്യവചനം എന്ന് പറയിപ്പിക്കുമ്പോൾ പറയുന്നത് അതാണ് സത്യം. എഹ്ലിഫു ബില്ലാഹ് എന്ന് പറയുന്നത് കേൾക്കാം. ഇഖ്സിം ബില്ലാഹ്, നീ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യുമെന്ന് പറഞ്ഞ പിന്നെ അവിടെ മുതൽ പറയുന്നതിന്റെ പേരാണ് എന്ത്, സത്യം. അങ്ങനെ ഒരാൾ കരുതി സത്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് വേണം? ഖുർആൻ പറയുന്നു, സുന്നത്ത് പറയുന്നു, അത് പുലർത്തണം. അതെന്ത് ചെയ്യണം? പുലർത്തണം. അത് അള്ളാഹിന്റെ വാക്ക് മുമ്പിൽ വെച്ച് പറഞ്ഞ സത്യവചനമാണ്. അത് ഒരിക്കലും അതിൽ നിന്നിട്ട് മാറുകാട്ടാൻ പാടുള്ളതല്ല. എന്തൊഴിച്ച് നിങ്ങൾ സത്യം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ സത്യത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യാം? ഒഴിവാവാം. ഞാൻ നാളെ ഇന്ന ബ്ലൂ ഫിലിം വാങ്ങാൻ വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് പോകുന്ന ഒരു പോത്ത് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സത്യവചനം ഒന്നും തെറ്റിയാൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. പാടുണ്ടോ? അത് അള്ളാഹിനെ ഭയമുള്ള അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യൻ ചെയ്യൂല. എന്ത് വ്യഭിചരിക്കാൻ ഞാൻ അള്ളാഹിനെ തന്നെയാണ് പോകുമെന്ന് പറയുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബോധം വന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് തോന്നി, അല്ലെങ്കിൽ തെറ്റ് സമ്മതിച്ചു, തൗബ ചെയ്തു, പാശ്ചാത്തപിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് വേണം? സത്യം വെറുതെ ചെയ്ത് വിട്ടാൻ പറ്റൂല. കരുതി സത്യം ചെയ്തതാണെങ്കിൽ എന്ത് വേണം? നഷ്ടപരിഹാരം കൊടുക്കണം. എന്ത് വേണം? നഷ്ടപരിഹാരം കൊടുക്കണം. സത്യം അങ്ങനെ കളിക്കാനുള്ളതല്ല. കരുതി ഒരാൾ സത്യം ചെയ്താൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. എന്താണ് നഷ്ടപരിഹാരം? 10 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. നാം ധരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണമോ 10 മിസ്കീന്മാർക്ക്. അല്ലെങ്കിൽ 3 നോമ്പ് പിടിക്കുക. പിന്നെ എത്തക്കറക്കബയുടെ പറഞ്ഞാൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നതല്ല. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ഭീമമായ പാപമാണ് എന്നതുകൊണ്ടാണ് ഒരാള് തെറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ സത്യവചനം ചെയ്യുക എന്നിട്ട് അത് ക്യാൻസലാക്കാൻ പറ്റൂല. അതുകൊണ്ട് റസൂൽ ഇവിടെ പറയുന്നു എന്ത്? സഹായ സഹകരണങ്ങളോടുകൂടി ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ പഠിപ്പിക്കുന്നതായ ശൈലികളിലും നിയമങ്ങളിലും കാര്യങ്ങളിലും 7 എണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കൂട്ടത്തിൽ എന്തുകൂടി എണ്ണിയിട്ടുണ്ട്? സത്യം ചെയ്താൽ സത്യം പുലർത്തണം. സത്യം ചെയ്താൽ നമുക്ക് നാളെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കണ്ടെത്താം എന്ന് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തതാണെങ്കിൽ അത് പുലർത്തുക തന്നെ വേണം. അഥവാ സംഗതിവശാൽ സാധിച്ചില്ലെങ്കിൽ സത്യം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അതെ, നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് ബുഖാരിയിൽ 2445, മുസ്ലിമിൽ 2000, അതുപോലെ തന്നെ ബുഖാരിയിൽ തന്നെ 2066. സഹോദരന്മാരെ, സഹോദരികളെ, പരലോകത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അടിമകൾ എന്നിട്ട് ഒരടിമയെ കൊണ്ടുവരപ്പെടും.
എങ്ങനെയുള്ള അടിമയാണ്? അള്ളാഹു അവന് നന്നായി സമ്പത്ത് നൽകിയിട്ടുണ്ട്. നല്ല ധനമുള്ള അടിമ, കാശുള്ള അടിമ. അങ്ങനെയുള്ള അടിമയെ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, നീ എന്താണ് ദുനിയാവിൽ വെച്ചിട്ട് ചെയ്തത് എന്ന് റബ്ബവനോട് ചോദിക്കും. റസൂൽ കൂട്ടിച്ചേർക്കുന്നു, വലാ യക്തുമൂനല്ലാഹ ഹദീസാ, അവർക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. വലാ യക്തുമൂനല്ലാഹ ഹദീസാ, അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റൂല. എന്ത് ചെയ്യേണ്ടി വരും? ആയത്തിന്റെ 13 അള്ളാഹ് പറയുന്നത് കേൾക്കുക. എന്നിട്ടാണല്ലോ അല്ലേ, വലാ യക്തുമൂനല്ലാഹ ഹദീസാ യൗമഇദിൻ, അന്നേത്തെ ദിവസത്തിൽ യവദ്ദുല്ലദീന കഫറു, സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോകും. എന്ത്? വഅസൗർ റസൂല, റസൂലിന് മാറുകാട്ടിയവർ, റസൂലിന്റെ കൽപ്പന പാലിക്കാത്തവർ ആഗ്രഹിച്ചു പോകും. ലൗ തുസവ്വാ ബിഹിമുൽ അർള്, അവരെ ഭൂമി കൊണ്ട് ഇങ്ങനെ വിഴുങ്ങി, അല്ലെങ്കിൽ ഭൂമിയുടെ താഴെ മരണപ്പെടുത്തി അവർക്ക് അന്ത്യം കുറിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്. ഒന്ന് മേരിച്ചു കിട്ടിയാൽ തരക്കേടില്ലാതെ പൂതി വെക്കും, ഒന്ന് മരണപ്പെട്ട് കിട്ടിയാൽ തരക്കേടില്ല എന്ന് പൂതി വെക്കും. അള്ളാഹു സത്യനിഷേധികളെ കുറിച്ച് മറ്റിടങ്ങളിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്താണ്? വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ, സത്യനിഷേധി പറയും ഞാൻ മണ്ണായാൽ തരക്കേടില്ലായിരുന്നേ എന്ന്. എന്തുകൊണ്ട്? നാൽക്കാലി മൃഗങ്ങളെ മണ്ണാക്കുന്നത് അവൻ കാണും. നാൽക്കാലി മൃഗങ്ങൾ എന്നിട്ട് കൊമ്പുള്ളത് കൊമ്പില്ലാത്തതിനെ ഇവിടെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്തതിന് കൊമ്പ് നൽകിയിട്ട് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം വീട്ടാൻ പറയും. കാരണം അള്ളാഹുവിന്റെ കോർട്ട് നീതിയുള്ള കോർട്ടാണ്. ആ നീതിയുള്ള കോർട്ടിൽ അതെല്ലാം എന്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കൊമ്പുള്ളത് കൊമ്പില്ലാത്തതിനെ കുത്തുന്ന സന്ദർഭത്തിൽ മത്സരം നടക്കുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്തോ ഒരു സാധു എന്ന് രണ്ടാമത്തെ ആടിനെ കുറിച്ച് അല്ലേ, അത് അവിടെ പകരം കിട്ടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊക്കെ എന്ത് പറയും? കുനൂ തുറാബ, നിങ്ങൾ മണ്ണാവുക എന്ന് കൽപ്പിക്കും. അവർക്ക് ശിക്ഷയില്ല, അവർക്ക് നരകമില്ല. അവർക്ക് നരകമില്ല. അവർക്ക് പരസ്പരമുണ്ടാകുന്നതായ അക്രമത്തിനുള്ളതായ ആ നീതിയാണ് അള്ളാഹു അവിടെ കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതേ സമയത്ത് ആ സന്ദർഭത്തിൽ സത്യനിഷേധി കാണുന്നത് പാളിക്കത്തുന്ന നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ട ആ മഹാശിക്ഷയാണ്. അപ്പോൾ അവനെന്ത് പറയും? യാ ലൈതനീ കുന്തു തുറാബാ, ഇവരെപ്പോലെ ഞാനും മണ്ണായാൽ തരക്കേടില്ലായിരുന്നേനേ. അങ്ങനെയുള്ള ദിവസമാണത്. ആ ദിവസത്തിൽ ആർക്കും എന്ത് മറച്ചു വെക്കാൻ പറ്റൂല. എല്ലാവരും അവരുടെ തെറ്റ് സമ്മതിക്കുക തന്നെ ചെയ്യും. എന്താണ് അതിന്റെ അർത്ഥം? അഥവാ എതിർത്താൽ തന്നെ എന്തു പറയും? യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ തൊള്ളയിലേക്ക് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാല് സാക്ഷി നിൽക്കും. കൈ സംസാരിക്കും, കാല് സാക്ഷി നിൽക്കും. ഇത് അവിടെ ഒന്നും മറച്ചു വെക്കാൻ പറ്റാത്ത ദിവസത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആ അടിമ മറുപടി പറയുന്നതാണ്, യാ റബ്ബ്, രക്ഷിതാവേ, ആതൈതനീ മാലക്, നിന്റെ സമ്പത്ത് നീ എനിക്ക് തന്നിരുന്നു ഞാൻ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. എന്നിട്ട് നീ ഞങ്ങളോട് കൽപ്പിച്ചതനുസരിച്ചിട്ട് ഞാൻ നൽകുന്നതിന് നിങ്ങൾ എന്റെ വഴിയിൽ ചെലവഴിക്കണമെന്ന് കൽപ്പിച്ചതനുസരിച്ചിട്ട് ഞാനത് ചെലവഴിക്കുകയും ഞാൻ ബിസിനസ് നടത്തുകയും ചെയ്തിരുന്നു. ഞാൻ ബിസിനസ് നടത്തുന്ന വേളയിൽ എന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് വിട്ടുവീഴ്ച മനോഭാവം. ഈ അടിമ പറയുന്ന വാക്കായിട്ട് റസൂൽ പറയുന്നു, വിട്ടുവീഴ്ച നടത്താറുണ്ടായിരുന്നു. ഈ സഹകരണങ്ങൾ എന്ന് പറയുമ്പോൾ നാം ബിസിനസ്സുകാരാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ വരെ അത് സാധിക്കും എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. ബുഖാരിയിൽ നിന്നിട്ടും മുസ്ലിമിൽ നിന്നിട്ടും. അതെ, എന്നിട്ടെന്താണ് അടിമ പറയുമെന്ന് റബ്ബിനോട് പരലോകത്തിൽ മഹാവൻസറയിൽ മഹ്ശറ എന്ന് പറയുന്ന ഹശ്റിന്റെ ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിലാണ് സംഭവിക്കുന്നത്. അടിമ പറയുന്നത് എന്താണ്? ഞാൻ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ബിസിനസ് നടത്താറുള്ളത്. ഞാൻ ആർക്കെങ്കിലും ചരക്ക് നൽകിക്കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് നൽകാൻ സാധിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് വാങ്ങും, പെട്ടെന്ന് നൽകാൻ സാധിക്കാത്ത ആളാണെങ്കിൽ അവന് ഞാൻ ഇങ്ങനെ ടൈം കൊടുക്കും. എന്തിനാണ്? അദ്ദേഹം പ്രയാസപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. കടമുള്ള ആളാണ് ഞാനുമായിട്ട് ബിസിനസ് നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിനോട് പറയും, നീ അല്പം തന്നാ മതി, പ്രയാസപ്പെടുത്തണ്ടെന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ സദസ്സ് വെച്ചിട്ട് അവനത് പറയുന്ന വേളയിൽ അള്ളാഹു പറയുന്നതാണ് മലക്കുകളോട്, ഞാനാണ് എന്റെ അടിമയേക്കാൾ എന്റെ അടിമകൾക്ക് എന്ത് ചെയ്യാൻ അർഹപ്പെട്ട ആൾ.
നന്മ ചെയ്യാനും മാഫ് ചെയ്യാനും അവർക്ക് കിഴിവ് നൽകാനും അർഹപ്പെട്ട ആൾ ഞാനാണ്. എന്റെ അടിമയേക്കാൾ, എന്റെ അടിമ അങ്ങനെ പണ്ട് കാട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ മറ്റ് അടിമകൾക്ക് ഞാൻ എന്ത് ചെയ്യണം? ഞാനാണല്ലോ യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടവൻ, അതിനേക്കാൾ അർഹപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അടിമയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പറയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സംഭവം സഹീഹ് ബുഖാരിയിൽ 3451, സഹീഹ് മുസ്ലിമിൽ 1560 എന്നീ ഹദീസുകളിൽ കാണാവുന്നതാണ്. 3451 നമ്പർ ഹദീസ് ബുഖാരിയിൽ. അപ്പോൾ ഇവിടെ നാം പഠിച്ചു വരുന്നത്, ജനങ്ങൾ പലരും പല ഇനമുണ്ട്. മഫാത്തിഹുൽ ശർരി റസൂൽ പറയുന്നു, ഇന്ന മിനന്നാസി മഫാത്തിഹുൽ ശർരി മഗാലിഖുൽ ഖൈരി. ഷർറിന്റെ താക്കോലായി മാറുന്നവർ ജനങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഷർറിന്റെ താക്കോല്. ഞാൻ നേരത്തെ ചിലർക്ക് പ്രയാസം ഉണ്ടാവും, പോത്തെന്ന് പറഞ്ഞു പോയപ്പോൾ ഖുർആന്റെ ശൈലിയാണ് എന്ത്? നാൽക്കാലി മൃഗം എന്ന് പറഞ്ഞപ്പോൾ അവരെക്കാളും നിന്യരാണെന്ന് ഷർറിന്റെ വാതിലുകളെക്കുറിച്ച്. ഷർറിന്റെ വാതിലുകൾ സ്വയം തെറ്റ് ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവരെയും കൂടി തെറ്റിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ഷർറിന്റെ വാതിലുകൾ മാത്രം തുറന്നു വെക്കുന്ന വിഭാഗം. എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ഇന്ന് ഒരു സഹോദരൻ കൊച്ചിയിൽ നിന്നിട്ടാണെന്നാണ് തോന്നുന്നത്, രാവിലെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ബിസിനസ് ഇസ്ലാമീകരിക്കാനുള്ളതായ ശൈലിയെക്കുറിച്ച്. കുറെ സമയം സംസാരിച്ച് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് അത്രയും നിർബന്ധം നമ്മുടെ ക്ലാസ്സിൽ വന്നാളോ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ അല്ലാഹു വന്നാളോ ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടുന്നോ നമ്പർ ശേഖരിച്ചിട്ട് മൂപ്പര് വിളിച്ച് ചോദിക്കുകയാണ്, ഇവിടുന്ന് മറുപടി കിട്ടണം, ഇസ്ലാമീകരിക്കപ്പെടുന്ന ബിസിനസ്സാക്കി മാറ്റാൻ അദ്ദേഹം ഒരു വലിയ ലോഡ്ജിന്റെ ഉടമയാണ് എന്നാണ് സംസാര ശൈലിയിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. നല്ല ധനികനാണ്, കാശുള്ള ആളാണ്. അപ്പോൾ അല്ലാഹുവിന്റെ പ്രീതികരകരമാക്കണം ബിസിനസ്സിലും എന്ന നിർബന്ധമുള്ളവർ ഏത് കാലഘട്ടത്തിലും ഏത് സൈസിൽ ജീവിതം നയിക്കുന്ന പരിസരത്തിലും ചുറ്റുപാടിലും ഏത് നാട്ടിലും ഉണ്ടാവാം. നമുക്ക് അത്ഭുതമില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഹദീസിൽ കാണുമ്പോൾ അത് ആര് ഫിറ്റാക്കും, എവിടെ ഇത് പകർത്തും എന്ന കാര്യത്തിൽ അതെ ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. നാം ആ ഇനത്തിൽപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹിന്റെ തൗഫീക്ക് അല്പം തുടങ്ങി വെക്കുമ്പോൾ കൂടുതൽ ഉണ്ടാകും. അല്പം തുടങ്ങി വെച്ചാൽ മതി. ഹലാൽ തന്നെ തിന്നണം, ഹലാൽ തന്നെ ശേഖരിക്കണം, ഹലാൽ തന്നെ സമ്പാദിക്കണം എന്ന നിർബന്ധം വെച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കും. അല്ലാതെ അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം എന്ന രൂപത്തിലാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ പിന്നെ അവിടെ ബർക്കത്തറ്റ് പോകും, ബർക്കത്തില്ലാതെയായി മാറും. എത്ര സമ്പാദിച്ചാലും പ്രയോജനം ഉണ്ടാവില്ല, എത്ര സമ്പാദിച്ചാലും അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയുകയില്ല, അനുഗ്രഹത്തിന്റെ നോട്ടം അള്ളാഹു നോക്കുകയില്ല. അതിനെല്ലാം പുറമെ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിൻ ഐന ഇക്തസബ, എവിടുന്ന് സമ്പാദിച്ചു, ഒഫീമ അൻഫഖ, എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യം ചോദിക്കുന്ന വേളയിൽ കൃത്യമായിട്ട് സഹോദരന്മാരെ സഹോദരികളെ മറുപടി പറയേണ്ടിയും വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപകടമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. മഫാത്തിഹുൽ ശർ മഗാലിഖുൽ ഖൈർ, ഷർറിന്റെ താക്കോൽ പിടിച്ചു നടക്കുന്ന മനുഷ്യന്മാർ, ഖൈറിനെ അടക്കുന്ന പൂട്ടുന്ന താക്കോലുമായി നടക്കുന്ന മനുഷ്യന്മാർ. ഖൈറിനെ ക്ലാസിന്റെ അവസാനത്തിൽ ഇൻഷാ അല്ലാഹ് സഹോദരിയുടെ ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നതാണ്. അതെ, ഖൈറിന്റെ മഫാത്തിഹുകൾ, ഖൈറിനെ അടക്കുന്ന ആൾ, ഖൈറിന്റെ മാർഗങ്ങൾ പൂട്ടിക്കളയുന്ന വ്യക്തിയായി മാറുക, അത് നാം ആവാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. വൈലുൽ ലിമ്മൻ ജഅലല്ലാഹു മഫാത്തിഹ ഷർറിനുള്ളതായ കാരണക്കാരായി മാറുന്നവർക്ക് നാശം, അവർക്ക് നാശം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനത്തിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നന്മയിൽ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നതാണ് അൻസാർ എന്ന പദം കൊണ്ട് വിവക്ഷ എന്നതാണ് പറഞ്ഞു വരുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അത് വളരെ ശ്രദ്ധേയമാണ്, വളരെ അനിവാര്യമാണ്. കാരണം ലോകത്താരും എവിടെയും സഹോദര്യ ബന്ധമാവട്ടെ സ്നേഹബന്ധമാവട്ടെ
അപ്രകാരം സഹായ സഹകരണമാവട്ടെ. അതെല്ലാം ചെയ്യാനുള്ളതായ ആദ്യത്തെ മദ്രസ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നിന്നിട്ടാണ് ഉടലെടുക്കേണ്ടത്. കാരണം ആ ഭാര്യയിലൂടെയും ഭർത്താവിലൂടെയുമാണ് ആ കുട്ടികളും ഇസ്ലാമിക വീടും ഇസ്ലാമിക അന്തരീക്ഷവും ഇസ്ലാമിക ചുറ്റുപാടും ഇതെല്ലാം വളരേണ്ടതും വളരുന്നതും. അപ്പോൾ അവർ തന്നെ അത് തുടങ്ങി വെച്ചാൽ, മാതാപിതാക്കൾ തുടങ്ങി വെച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ തുടങ്ങി വെച്ചാൽ, അവരിലൂടെ കുട്ടികൾ നന്നാകുന്നു, വീട്ടുകാർ നന്നാകുന്നു, പരിസരക്കാർ നന്നാകുന്നു, അയൽവാസികൾ നന്നാകുന്നു. പിന്നെ പരിസരത്തുള്ളവരും അയൽവാസികൾ നന്നായി കഴിഞ്ഞാൽ ലോകത്തിലുള്ള മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഓരോ വീട്ടുകാർ കൂടുമ്പോൾ നാട്ടുകാരാകുന്നു, നാട്ടുകാർ കൂടുമ്പോൾ സമൂഹമായി മാറുന്നു. അപ്പോൾ അത് ആരംഭിക്കേണ്ടത് ഭാര്യ ഭർത്തൃ ജീവിതത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ. സ്ത്രീകൾക്ക് അങ്ങോട്ടുള്ള അവകാശമുള്ളതുപോലെ തന്നെ ഇങ്ങോട്ടും അവകാശമുണ്ട് പരസ്പരം. സ്ത്രീകൾ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശത്തെ കൈമാറേണ്ടതാണ് സഹായ സഹകരണത്തിലൂടെ. പ്രയാസം വരുന്ന വേളയിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് പ്രയാസമില്ലാത്ത കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകടന്നിട്ടില്ലേ എന്നതാണ്. ഒരു വ്യക്തിയിൽ നിന്നിട്ട് പ്രയാസമുണ്ടായാൽ ആ മറുവശം ചിന്തിക്കണം, അവളിൽ നിന്നിട്ട് ഞാൻ എത്രയോ നന്മ കണ്ടിട്ടുണ്ടല്ലോ എന്നത്. അവനിൽ നിന്നിട്ട് വല്ല പ്രയാസം കണ്ടാൽ അവൾ ചിന്തിക്കണം, അവനിൽ നിന്നിട്ട് ഞാൻ ധാരാളം നന്മ കണ്ടിട്ടുണ്ടല്ലോ എന്നത്. ഇത് ചിന്തിച്ചിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോൾ 10 കൊല്ലത്തുള്ള ജീവിതത്തിൽ നാം ഏതെങ്കിലും ഒരു ദിവസത്തിൽ പ്രയാസം കാണുന്ന വേളയിൽ ഈ 10 കൊല്ലം ഞങ്ങൾ വളരെ നന്മകൾ അങ്ങുമിങ്ങും പങ്കുവഹിച്ചുകൊണ്ടായിരുന്നല്ലോ ജീവിച്ചത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ അങ്ങുമിങ്ങുമുള്ള അവകാശങ്ങൾ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്താതെ ജീവിക്കാൻ സ്ത്രീകളെ, പുരുഷന്മാരെ, അപ്രകാരം ഭാര്യന്മാരെ, ഭർത്താക്കന്മാരെ അത് സഹായിക്കുന്നതാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തെയും അനുഗ്രഹത്തെയും ഇട്ടു തന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അല്പകാലം കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ഇടയിൽ സ്നേഹബന്ധമുണ്ടാകുന്നു. ആ സ്നേഹബന്ധം അത് അല്ലാഹുവിന്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ദൃഷ്ടാന്തമാണ്. ഏത്? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടാകുന്നതായ സ്നേഹബന്ധം, അവർ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, അവരുടെ ഇടയിൽ വരസലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രയാസം, ആ സ്നേഹബന്ധം അവർക്ക് തന്നെ കോലപ്പെടുത്താൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞ് കോലപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള സ്നേഹബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ട്? നമുക്കറിയാവുന്നതുപോലെ എത്രയോ വരസലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കുന്നു. അത് മറ്റുള്ള ആരുടെ ഇടയിലുണ്ടായാൽ അങ്ങനെ തണുക്കൂല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തണുക്കുന്നത് പോലെ. അതെന്തിലൂടെ വരുന്നു? വജഅല ബൈനഹും മവദ്ദതൻ വറഹ്മ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇസ്ലാമിക ശിക്ഷണത്തോടുകൂടി, ഇസ്ലാം നൽകിയ ശിക്ഷണത്തോടുകൂടി ജീവിക്കണം. പരസ്പരമുള്ളതായ ആ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം വഹിക്കേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കണമെന്ന ബോധത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഇടയിൽ അനുഗ്രഹത്തെയും സ്നേഹത്തെയും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്ന് ഖുർആന്റെ വാഗ്ദാനമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അദ്ലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. നിങ്ങൾക്ക് ആരോടെങ്കിലും അമർഷമോ ദേഷ്യമോ കോപമോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നീതി പുലർത്തുന്നതിന് തടസ്സമായി മാറാൻ പാടുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? വിശദീകരണം ആവശ്യമില്ല. നമ്മുടെ അയൽവാസികളോട് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് കോപമോ ദേഷ്യമോ അമർഷമോ ഉണ്ടെങ്കിൽ നാം നമ്മുടെ സ്വത്ത് ഓഹരി വെക്കുന്ന വേളയിൽ അതിൽ കൈകടത്താൻ പാടുള്ളതല്ല ആ അമർഷത്തെ. അതുപോലെ ഏത് നമ്മുടെ പരസ്പരം നീതി പുലർത്തേണ്ട മേഖലകൾ വരുമ്പോൾ ആ നീതി പുലർത്തുന്ന വേളയിൽ എന്നെ അങ്ങനെ ചെയ്തവനല്ലേ, എന്നെ അങ്ങനെ ചെയ്തവളല്ലേ എന്ന് തോർക്കാൻ പാടുള്ളതല്ല. അവിടെ നീതിയാണ് നീ ചെയ്യേണ്ടത്. നീതി അവിടെ പുലർത്തണം. അവനെ നീ എന്ത് ചെയ്യരുത്? ആ നീതി പുലർത്തുന്നതിനെ തൊട്ട് നീ ഒരിക്കലും ദേഷ്യം തടസ്സമായി മാറരുത്. ദേഷ്യം വേണോ? ദേഷ്യമൊന്നും വേണ്ട. നമ്മുടെ ഓഫീസിലേക്ക് ഇങ്ങനെ മലയാളികൾ കീറി നിൽക്കാണ്. അതിന്റെ ഇടയിൽ ഒരു ബംഗാളി വന്നാൽ ബംഗാളിയോട് മാറി നിൽക്കാൻ പറയും. എല്ലാവരല്ലട്ടാ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇന്നത്തെ യുഗത്തിൽ. ഒരു ഉദാഹരണം മാത്രമാണ്. നാഷണാലിറ്റി നോക്കിയിട്ടാണല്ലോ ഇപ്പോൾ സ്നേഹം. നാഷണാലിറ്റി നോക്കിയിട്ടാണ് സ്നേഹം. അത് എവിടേക്കെത്തി? അള്ളാഹ് പറയുന്ന ശരി എന്താണ്? ദേഷ്യം വരികയാണ്. വല്ല കോപമോ ദേഷ്യമോ അമർഷമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് കാരണമാകരുത്.
നീതി പുലർത്തുന്നതിന്റെ മുമ്പിൽ എന്നാണ്. ഇതൊന്നുമല്ല, അതങ്ങനെയുള്ള ഒന്നുമില്ല. എന്നിട്ടും നീതി പുലരൂല നമ്മുടെ ഇടയിൽ. സുബ്ഹാനല്ലാഹ്. കാരണം ഈമാൻ കയറേണ്ടതുപോലെ കയറാത്തതുകൊണ്ട് തന്നെ. അതെ, ഖുബൈസ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ട് പറയുകയുണ്ടായി, എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട് ദൂതരെ. ആ ബാധ്യതകൾ യഥാർത്ഥത്തിൽ എന്റെ കടം വീട്ടാൻ വേണ്ടിയല്ല വാങ്ങിയത്, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല വാങ്ങിയത്. അത് വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണം? മറ്റുള്ളവരോട് ചോദിക്കാമോ, പിരിവെടുക്കാമോ, റെസീറ്റ് ഉണ്ടാക്കാമോ? നമ്മുടെ ഭാഷയിൽ എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട്, എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയുണ്ടായി, ഉപദേശിക്കുകയുണ്ടായി, 3 പേർക്കല്ലാതെ അങ്ങും ചോദിക്കാൻ പാടുള്ളതല്ല മറ്റുള്ളവരോട്. ആരാണ് 3 പേർ? ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, അവരുടെ ഇടയിലുള്ള പ്രയാസങ്ങൾ നീക്കാനോ, അവരുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പുകളെ അതിന് അറുതി വരുത്താനോ അദ്ദേഹം കാശുകൾ ചെലവഴിച്ചു, അദ്ദേഹം സമ്പത്തുകൾ ചെലവഴിക്കേണ്ടി വന്നു, അദ്ദേഹം അതിനുവേണ്ടി കടം വാങ്ങേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം മനക്കെട്ടുപോയാൽ, അങ്ങനെ മനക്കെട്ടുപോയ വ്യക്തിക്ക്, പ്രയാസപ്പെട്ടു പോയ വ്യക്തിക്ക് കാശില്ലാത്തത് കാരണത്താൽ മറ്റുള്ളവരോട് ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പിരിവ് അനുവദിച്ച ശൈലിയാണ്. കേട്ടോളീൻ, പിരിവ് അനുവദിച്ച ശൈലിയാണ് മറ്റുള്ളവരോട് ചോദിക്കാൻ. ഏത്? നാം ഒരു 2 മുസ്ലിം സമൂഹം, നമ്മൾ പറഞ്ഞു വരുന്ന അൻസാർ സഹകരണങ്ങൾ ചെയ്യുന്നവർ. മുസ്ലിം സമൂഹം മറ്റൊരു സമൂഹമായിട്ട് പ്രയാസത്തിലാണ്, വെറുപ്പിലാണ്, അറുപ്പിലാണ്. അതെന്ത് വേണം? സുൽഹാക്കണം. സുൽഹാക്കുമ്പോൾ എന്റെ കൂടെ കാശ് വേണ്ടി വരും, സുൽഹാക്കാൻ ചിലപ്പോൾ പിരിവ് വേണ്ടി വരും. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എനിക്ക് കാശ് ഒന്നിരിക്കലോ ഞാൻ എന്റെ ഉള്ളതൊക്കെ ചെലവഴിച്ചിട്ട് മറ്റുള്ളവരോട് ചോദിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി എനിക്ക് പിരിവെടുക്കാം. എന്നാലും നന്നാക്കിയാലേ തീരൂ, എന്നാലും പരസ്പരമുള്ള അറുപ്പുകൾ, വെറുപ്പുകൾ തീർത്താലേ തീരൂ, അതിനെ അറുതി വരുത്തിയാലേ തീരൂ. സുബ്ഹാനല്ലാഹ്. അതെ, മറ്റൊരാൾ ആരാണ്? ഒരാൾ അദ്ദേഹത്തിന് വല്ല മുസീബത്ത് വന്നു. ആ മുസീബത്ത് മാറ്റാൻ വേണ്ടി വെള്ളപ്പൊക്കത്തിൽ കാശൊക്കെ പോയി, വീടൊക്കെ പോയി. അപ്പോൾ എന്ത് വേണ്ടി വരും? അവരെ സഹായിക്കേണ്ടി വരും. സഹായിച്ചു, എന്റെ കാശ് തീർന്നു, എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കാം. അല്ലെങ്കിൽ സഹായിക്കാൻ എന്റെ കൂടെ കാശില്ല, മറ്റുള്ളവരെ പിരിവെടുക്കാം. അവിടെയൊക്കെ ചോദിക്കാം. അവിടെയും സഹായങ്ങൾക്ക് വേണ്ടി സ്വയം സാധിക്കുന്നില്ലെങ്കിൽ പിരിവുണ്ടാക്കി പിരിവെടുത്ത് സഹായിക്കാം. അതാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഇനി നാം നമ്മളിലുള്ളതൊക്കെ കൊടുത്തിട്ട് നമുക്ക് പാപ്പറാവേണ്ടി വന്നാൽ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം. അവകാശികളല്ലാതെ ചോദിക്കാൻ പാടില്ല. അവകാശികളെല്ലാം ചോദിക്കാൻ പാടില്ല. പക്ഷേ ചോദിക്കുന്ന വേളയിൽ അവന്റെ ജീവനെ നിലനിർത്താൻ വേണ്ടിയുള്ള ചോദ്യം അല്ലാതെ ഇറക്കുന്ന വേളയിൽ കൂടുതൽ ഇറക്കാൻ പാടുള്ളതല്ല. ജീവനെ നിലനിർത്താൻ വേണ്ടി പിന്നെ ബിസിനസ് നോക്കണം. തൽക്കാലം എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആവശ്യമുള്ള ആ ഭാഗം മാത്രം ചോദിക്കാം മറ്റുള്ളവരോട്. ഇത് ഇറക്കൽ തന്നെ ബിസിനസ്സാക്കി മാറ്റാൻ പാടുള്ളതല്ല. അപ്പോൾ പരലോകത്തിലേക്ക് വരുമ്പോൾ അവന്റെ മുഖം മാന്തിയും കൊണ്ടുവരും, മാംസം ഇങ്ങനെ വരും, ആന്തിയും കൊണ്ടുവരും. അങ്ങനെ പറയില്ല നിങ്ങൾ? എന്താന്ന് പറയില്ലേ? മാന്തിയും കൊണ്ടുവരും പരലോകത്തിൽ. മുഖത്തിൽ മാംസമുണ്ടാവൂല, മാംസത്തേക്ക് ഇങ്ങനെ ചീന്തി വാന്തിക്കൊണ്ടുവരും. ആര്? അർഹപ്പെടാത്തവരെ ഇറന്നാൽ ഇവിടെ. അപ്പോൾ ഇറക്കാന്നൊക്കെ പറയുന്ന ബിസിനസ്സാക്കി മാറ്റൽ അപകടമാണ്. ഇവിടെയൊക്കെ അടുത്ത് പത്രത്തിൽ വായിച്ചു കണ്ടു. ഒരാളെങ്ങനെ പള്ളിയുടെ പരിസരത്ത് നിന്ന് പിടിച്ചു. മദീന പത്രത്തിൽ ഞാൻ വായിച്ചാണ്. പിടിച്ചപ്പോഴോ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ 75,000 കിട്ടിയത്. 75,000 റിയാലേ മൂപ്പരെ ഇറക്കാണ്. എന്നിട്ട് കാരണം ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്, സെഹത്ത് എന്റെ ഓർമ്മയിലില്ല, മൻ ഫതഹ ബാബ മസ്അലത്തിൻ ഫതഹ അല്ലാഹു ലഹു ബാബ ഫഖർ. ആരെങ്കിലും ചോദിക്കാനുള്ള വാതിൽ തുറന്നാൽ ആ മനുഷ്യന് പിന്നെ എന്നും ദാരിദ്ര്യനായിട്ട് ജീവിക്കേണ്ടി വരും. അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ അത് തുറന്നു കൊടുക്കും. എത്ര തന്നെ കിട്ടിയാലും തികയില്ല. അതുകൊണ്ട് ഇറക്കാൻ തുടങ്ങിയാൽ ഇറക്കം നിർത്താത്തത്. ഇറക്കാൻ തുടങ്ങിയവർ ഇറക്കം നിർത്താത്തത് കൊണ്ടാണ് അവർക്ക് പിന്നെ അതിൽ ബർക്കത്തുണ്ടാവില്ല. എത്ര കിട്ടിയാലും തികയില്ല. അത് മഹാപകടമാണ്. അർഹപ്പെടാത്തവര് എന്ത് ചെയ്യുക? ഇറക്കുക എന്നതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരാള് ദാരിദ്ര്യനായി മറ്റുള്ളവരെ സഹായിച്ചിട്ടൊന്നുമല്ല, സ്വയം തന്നെ ദാരിദ്ര്യനാണ്.
സ്വയം തന്നെ ദാരിദ്ര്യനാണ്. അങ്ങനെ ദാരിദ്ര്യനാണെങ്കിൽ അവന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന് മറ്റുള്ളവരോട് ചോദിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഈ രൂപം നിങ്ങൾ കേട്ടതായ 3 രൂപമല്ലാതെ മറ്റുള്ളവരോട് ചോദിക്കുക എന്നത് പാടുള്ളതല്ല എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ധവിശ്വാസമുള്ളവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹീഹ് മുസ്ലിമിൽ 1044 നമ്പർ ഹദീസാണ് നിങ്ങൾ ഈ കേട്ടത്. നേരത്തെ പറഞ്ഞ ചോദിക്കുന്ന വാതിൽ തുറന്നാൽ പൂട്ടില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഉറപ്പില്ല ഹദീസ് സഹീഹോ അല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ ഇങ്ങനെയെല്ലാം റസൂലുള്ള പഠിപ്പിച്ച ആ ശിക്ഷണത്തിന്റെ കീഴിൽ വളർന്ന് ജീവിച്ചതായ ഒരു സമൂഹമായിരുന്നു കൂട്ടരെ നാം ചർച്ച ചെയ്തു വരുന്നതായ അല്ലാഹുവിന്റെ ദൂതരുടെ പരിസരത്തിൽ ഇരുന്നവരായ ആ ജീവിച്ചതിലൂടെ പരലോകമോക്ഷം നേടാൻ വേണ്ടി ഭൂമിയിൽ വെച്ചിട്ട് തന്നെ സ്വർഗത്തിന്റെ ടിക്കറ്റ് അല്ലാഹു ഖുർആനിലൂടെ സന്തോഷവാർത്ത നൽകിയതായ ആ അൻസാറുകളെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തു വരുന്നത്. അൻസാറുകളിലേക്ക് എത്താൻ വേണ്ടിയാണ്. അൻസാറുകൾ എവിടുന്ന് വന്നു മദീനയിലേക്ക് എന്നതാണ് ഇനി മുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അൻസാറുകളുടെ നാട് ഇവിടെയല്ല. അൻസാറുകൾ വന്നത് യമനിൽ നിന്നിട്ടാണ്. യമനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യമനിൽ അവർ ജീവിച്ചതായ കാലഘട്ടത്തിലുണ്ടായതായ ആ സംഭവ വികാസങ്ങളിലേക്ക് ഞാൻ നേരത്തെ ഒതിവെച്ചതായ സൂറത്ത് സബയിൽ കൂടി വിവരിക്കുന്നുണ്ട്. നീണ്ട ആയത്താണ്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. സബ എന്ന നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം പാഠം അതിലൂടെ ഉൾക്കൊള്ളാനുണ്ട് എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ടാണ് റബ്ബ് ചരിത്രം പറയാൻ ആരംഭിക്കുന്നത്. എന്താണ് സംഭവം? ഫീ മസ്കനിഹിം ആയ, ദൃഷ്ടാന്തമുണ്ട്, തെളിവുണ്ട്, പാഠമുണ്ട് പഠിക്കാൻ. സബ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സബ പണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ അടുക്കലേക്ക് ഹദിയകളും സമ്മാനങ്ങളൊക്കെ അയച്ചിട്ട് വരാൻ വേണ്ടി കൽപ്പിച്ചതായ വേളയിൽ ഹുദൂദ് എന്ന പക്ഷി കേൾക്കാൻ പോകുന്നുണ്ട്. ചരിത്രം പറയുന്നതായ ക്ലാസ്സിൽ വ്യാഴാഴ്ച നടക്കുന്ന എവിടെയാണ് നമ്മൾ പറയുന്നത്? ഖസസുൽ ഖുർആൻ വ്യാഴാഴ്ച ക്ലാസ്സിലല്ലേ? അതിൽ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ കേൾക്കാം. നീട്ടി വലിച്ചിട്ട് അല്ലാഹു തൗഫീക്ക് ചെയ്താൽ ഏത് സുലൈമാൻ നബിയുടെ കഥയും സബയിലുള്ളതായ സബ നാട്ടിന്റെ രാജ്ഞിയായ ബിൽഖീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്ഞിയുടെ സംഭവവും ആ നാട്ടിലേക്കാണ് റബ്ബ് സൂചന നൽകുന്നത്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയത്തുൻ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും. അല്ലാഹു ധാരാളം അനുഗ്രഹിച്ച നാടായിരുന്നു അത്. അള്ളാഹു തന്നെ ഖുർആനിൽ ആ അനുഗ്രഹത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ കാണുന്ന എണ്ണയും പെട്രോളൊന്നും യഥാർത്ഥത്തിൽ അതിനോട് ചേർത്ത് നോക്കിയിട്ട് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയാനില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം പെട്ടെന്ന് പറഞ്ഞു കളയാം, യമൻ മുതൽ ഷാം വരെ അവരുടെ കസ്റ്റഡിയിൽ അവർക്ക് പട്ടണം. ഇപ്പൊ അവിടേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ എത്ര മരുഭൂമിയാണ് യമൻ മുതൽ ഷാം വരെ. യമനിൽ നിന്നിട്ട് ഇവിടേക്ക് തന്നെ 1500ഓളം കിലോ ഉണ്ട്. സൻആയിലേക്ക് എത്തണ്ട. അവിടുന്ന് മുമ്പ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മഅരിബ് എന്ന സ്ഥലം സൻആയിൽ നിന്നിട്ട് ഏകദേശം 2-3 മർഹല ദൂരമാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കാൻ പോകുന്ന സംഭവം നടന്നതായ സ്ഥലം ആ സബ എന്ന നാട് മുതൽ യമൻ ഷാം വരെ ഡമസ്കസ് വരെ പട്ടണങ്ങളാക്കി അല്ലാഹു അവർക്ക് കൃഷികളാക്കി പഴവർഗ്ഗങ്ങളാക്കി എന്തെല്ലാം മനുഷ്യന്റെ പുരോഗതി പ്രാപിച്ച ജീവിതം നയിക്കാനുള്ള മാനദണ്ഡമുണ്ടോ അതെല്ലാം റബ്ബ് അവർക്ക് നൽകുകയുണ്ടായി. മാധ്യമങ്ങളുണ്ടോ അതെല്ലാം റബ്ബ് അവർക്ക് നൽകുകയുണ്ടായി. എല്ലായിടങ്ങളിലും പട്ടണങ്ങൾ, വേണമെങ്കിൽ അവർക്ക് സുഖവാസ കേന്ദ്രങ്ങൾ വഴിമധ്യേ യമനിൽ നിന്നിട്ട് ഷാമിലേക്കും ഷാമിൽ നിന്നിട്ട് യമനിലേക്കും പോകുന്ന വഴി. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ. നല്ല പൂന്തോപ്പുകൾ അവരുടെ സബയിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു, വലതുഭാഗത്തും ഇടതുഭാഗത്തും. എന്നിട്ടോ പൂന്തോപ്പുകൾ അവിടെ ഉണ്ടായപ്പോൾ ജനങ്ങൾ വസിക്കുന്ന നാടായി മാറുമെന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ, അല്ലേ? ജനങ്ങൾ എവിടെ താമസിക്കുക? അവർക്ക് ജീവിക്കാനുള്ളതായ മാധ്യമങ്ങളുള്ള സ്ഥലത്ത് വെള്ളം വേണം, ഭക്ഷണം വേണം, കൃഷി വേണം. അതൊക്കെയുള്ള സ്ഥലത്ത് വന്നിട്ട് ജനങ്ങൾ താമസിക്കും. അങ്ങനെ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു. നിങ്ങൾ
റബ്ബ് നിങ്ങളുടെ നാഥനായ റബ്ബിന്റെ ഭക്ഷണം തിന്നു. പക്ഷേ ഭക്ഷണം മാത്രം തിന്ന് ആസ്വദിച്ച് താമസിച്ചാൽ പോരാ. ഉഷ്കുറൂല, റബ്ബിന് നിങ്ങൾ നന്ദി പ്രകടനം ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് റബ്ബ് കൽപ്പിച്ചവരോട്. അതെ, ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, നല്ലൊരു നാട്, നല്ലൊരു റബ്ബ്, നല്ലൊരു നാടാണ് നിങ്ങൾക്ക് റബ്ബ് നൽകിയത്. നിങ്ങൾക്ക് പാപമോചനം നൽകുന്ന റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് റബ്ബിന് നന്ദി പ്രകടനം നടത്തിയും കൊണ്ട്, റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട്, അഥവാ വിശദീകരണത്തിൽ നമ്മുടെ ഇമാമുകൾ പറയുന്ന കാണാം, റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, റബ്ബിന്റെ വിധിവിലക്കൽ ജീവിതത്തിൽ പകർത്തിയും കൊണ്ട്, റബ്ബ് അവർക്ക് അയച്ചതായ ദശക്കണക്കിൽ, ചില റിപ്പോർട്ടുകളിൽ ആയിരക്കണക്കിൽ ദൂതന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു ആ നാടുകളിലേക്കെന്നാണ്. അത് റബ്ബ് ചരിത്രം പറഞ്ഞ നാടുകളായതുകൊണ്ട് അങ്ങനെ പ്രത്യേകം ചരിത്രകാരന്മാർ പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം റബ്ബ് വിശദീകരിച്ച് ചരിത്രം പറയാത്ത ഇന്ത്യയിലൊക്കെ നബിമാർ വന്നിട്ടില്ല എന്നല്ല, അവിടെ എല്ലാ നബിമാർ വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താണ്? എവിടെയെല്ലാം ജനവാസ കേന്ദ്രങ്ങളുണ്ടോ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ അയക്കാറുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജനങ്ങളുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? നബിമാരുണ്ട് എന്നർത്ഥം. നബിമാരെ അയക്കാതെ ഒരു സമൂഹത്തെയും ഞാൻ നശിപ്പിച്ചിട്ടേ ഇല്ല, എന്റെ പതിവിൽപ്പെട്ടതല്ല എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ എന്തുകൊണ്ട് നബിമാര് വന്നില്ല എന്ന ചോദ്യത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്, ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ. അതെ സഹോദരന്മാരെ, ചരിത്രം റബ്ബ് തുടങ്ങി വെച്ചതാ. ഈ ചരിത്രം അതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാവാൻ വേണ്ടി ചെറിയ വിശദീകരണം. സബ എന്ന നാട് പണ്ട് കാലഘട്ടങ്ങളിൽ മഹാസംസ്കാരത്തിന്റെയും മഹാപുരോഗതിയുടെയും നാടായിരുന്നു. അവിടെ പോയാൽ അവിടെയുള്ള തൂണുകളും കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമ്മൾക്ക് തോന്നും 4000, 2000, 3000 വർഷങ്ങൾക്ക് മുമ്പ് അത്രയും പുരോഗതി പ്രാപിച്ച നാടായിരുന്നു എന്നത് ഖുർആൻ സൂചിപ്പിക്കുന്ന ഭാഗമാണ് എന്ന്. അതെ, അതുകൊണ്ട് തന്നെ ക്രിസ്താബ്ദ വർഷം 950-ന്റെയും 115-ന്റെയും ഇടയിലുള്ളതായ വർഷങ്ങളിലാണ് ക്രിസ്താബ്ദ വർഷത്തിന് മുമ്പുള്ള 950-ന്റെയും 115-ന്റെയും ഇടയിലുള്ളതായ വർഷങ്ങളിൽ ജീവിച്ചതായ ആൾക്കാരായിരുന്നു ആ വിഭാഗം. അതെ, മഅരിബ് എന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആ നാട്ടിന്റെ ക്യാപിറ്റലിന്റെ പേര്. അന്ന് മഅരിബ് എന്താണ്. അതുകൊണ്ട് അവർ കെട്ടിയതായ അണക്കെട്ടുള്ള സ്ഥലത്തിന്റെ പേരെന്താണ്? സദ്ദു മഅറബ്. സദ്ദു മഅരിബ്, മഅറബ് സദ് എന്നാണ്. അതെ, അവിടെ അല്ലാഹ് അതിന്റെ രണ്ട് സൈഡിലുള്ളതായ പർവ്വതങ്ങളും പാറകളിലുമെല്ലാം മഴകൾ വരുന്ന വേളയിൽ അല്ലാഹു അവർക്ക് ധാരാളം വെള്ളങ്ങൾ നൽകാറുണ്ടായിരുന്നു. ആ വെള്ളങ്ങൾ വരുമ്പോൾ അത് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് അവരെന്തുണ്ടാക്കിയിട്ടുണ്ട്? മഹാ അണക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ അണക്കെട്ടുണ്ടായതോടുകൂടി അതുകൂടെ അവർക്ക് കുളിക്കാനും കുടിക്കാനും, പണ്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇത് മദീനയിൽ നിന്നിട്ട് ജിദ്ദയിൽ നിന്നിട്ടൊക്കെ കടലിലേക്ക് പൈപ്പിംഗ് നടത്തിയിട്ട് വെള്ളം ശുദ്ധീകരിച്ചിട്ട് കുടിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് സാധിക്കുന്നു. അന്ന് അതില്ലല്ലോ. അന്നൊരിക്കലോ കിണർ കുഴിച്ച് കിട്ടണം, അല്ലെങ്കിൽ അല്ലാഹ് മീതെന്ന് നൽകണം, അല്ലെങ്കിൽ കുടിക്കാനോ കുളിക്കാനോ വസ്ത്രം കഴുകാനോ ജീവിക്കാനോ സാധിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അണക്കെട്ടുണ്ടാവുക, വെള്ളം കെട്ടി നിർത്താൻ സാധിക്കുക, അതിലൂടെ ജനങ്ങൾക്ക് കൃഷിക്ക് എല്ലാം ഫലപ്രദമായി മാറുക എന്നതൊക്കെ കേൾക്കുമ്പോൾ അതിനുള്ള പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം. അതെ, അവിടെ എന്ത് സംഭവിച്ചു? ഇസ്ലാമിന് 400ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഈ അണക്കെട്ട് എന്ന സാധനം പൊട്ടിത്തെറിക്കുന്നതും അത് തകരുന്നതും തെരിപ്പണമാകുന്നതും എന്നതൊക്കെ ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നബിമാരെ അയച്ചു, അവരനുഗ്രഹിച്ചു, ധാരാളം നന്മകൾ ചെയ്തു, അവരനുഗ്രഹിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത്. അവർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ കൃഷികളൊക്കെ കൂടുതലുള്ളതായ നാട്ടിൽ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. പ്രത്യേകം കൊയ്തെടുക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ കൊട്ട തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് നടന്നാൽ മതി എന്നാണ്. അപ്പോൾ മാങ്ങയൊക്കെ അതിന്റെ മീതെ വീഴാൻ മാത്രം താഴ്ന്നിങ്ങോട്ട് കിടക്കാണ്. എല്ലാ
എല്ലാ പഴവർഗ്ഗങ്ങളും താഴ്ന്നു കിടക്കുകയാണ്. കൊട്ട ഒന്ന് കൈപ്പിടിച്ച് അങ്ങോട്ട് ഓടിയാൽ കൊട്ട പെട്ടെന്ന് നിറയുമെന്നാണ് ചരിത്രകാരന്മാര് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് റബ്ബ് ചെയ്തതായ അനുഗ്രഹത്തിന്റെ കടുപ്പത്തെക്കുറിച്ച്. അത്രയും കൂടുതൽ ആ മഅരിബ് നാട്ടുകാർക്കും പരിസരത്തിൽ ജീവിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തെ വർഷിച്ചിരുന്നു. എന്നിട്ട് അല്ലാഹു അവരോട് പറഞ്ഞെന്താണ്? നമുക്കത് ഓർക്കാം. അല്ലാഹു അവരോട് പറഞ്ഞത് നമുക്കെന്തിന് അറിയിച്ചു തരുന്നു? നാം അത് പഠിക്കാൻ വേണ്ടിയാണ്. എന്തത്? ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, നല്ലൊരു നാട്. പിന്നെയോ പാപങ്ങൾക്ക് മോചനം നൽകുന്ന റബ്ബും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ആ റബ്ബിനെ ആരാധിച്ചു കൂടിക്കൂടെ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എന്നാണ് പിന്നെ റബ്ബിന് ചോദിക്കാനുള്ളത്. അതെ, പക്ഷെ അവരെന്ത് ചെയ്തു? അല്ലാഹു പറയുന്നു, അവര് വാക്ക് പാലിച്ചില്ല. അവര് എന്നെ മാത്രം ആരാധിച്ചില്ല, അവര് സൂര്യനെ ആരാധിക്കുന്ന ആരാധന നിർത്തിവെച്ചില്ല. അവരുടെ നേതാവിന്റെ പേര് തന്നെ അബ്ദുഷംസ് എന്നായിരുന്നു. അവരുടെ നേതാവിന്റെ പേരെന്താണ്? അബ്ദുഷംസ്. എന്താ അബ്ദുഷംസ് എന്ന് പറഞ്ഞാല്? സൂര്യന്റെ അടിമന്ന്. സൂര്യന്റെ അടിമന്ന്. അതുകൊണ്ട് സഭയിൽ താമസിച്ചവരെ കുറിച്ച് ഇത് ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അളീം വജദ്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാഹ്. ആരുടെ വാക്കാണത്? ആര് പറഞ്ഞതാണിത്? സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഹുദ്ഹുദ് പറഞ്ഞതാണ്. ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ പേരാണത്. പക്ഷി പറയുകയാണ് എന്ത്? ഇന്നി വജദ്തു ഇംറഅതൻ ജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ അളീം, ഞാൻ സബ എന്ന നാട്ടിൽ നിന്നിട്ട് മഹാവാർത്തയുമായിട്ട് വന്നതാണ്. സബ നാം ചർച്ച ചെയ്യുന്ന സബ ആണത്. ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും, അവരെ ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. വഊതിയത് മിൻ കുല്ലി ശൈഇൻ, അവർക്കെല്ലാം അല്ലാഹു നൽകിയിട്ടുമുണ്ട്. വലഹാ അർശുൻ അളീം, അവൾക്ക് മഹാസിംഹാസനവുമുണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്താണ്? വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ ഒഴിവാക്കിയിട്ട് സൂര്യനെ ആരാധിക്കുന്നവരായിട്ടാണ് ഞാൻ അവരെ കണ്ടെത്തിയത്. ഇത് കേട്ടപ്പോൾ ദേഷ്യവും കോപവും വന്നു. ആർക്ക്? സുലൈമാൻ അലൈഹിസ്സലാം. ഞാൻ ജീവിക്കുന്ന ഈ ഭരണകൂടത്തിൽ സൂര്യനെ ആരാധിക്കുന്നവർ ജീവിക്കാനോ പറ്റൂല. എന്നിട്ട് പിന്നെ ചരിത്രത്തിന്റെ പരിപൂർണത അവിടെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅറളൂ, അവർക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ വർഷിച്ചു കൊടുത്തു. ഇന്ന് നമ്മോട് അങ്ങനെ അല്ലാഹുക്ക് പറയാം, അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നതായ വിഭാഗം ജീവിക്കുന്ന ഏത് കാലഘട്ടക്കാരോടും പറയാം, നിങ്ങൾക്ക് നല്ല റബ്ബില്ലേ? നിങ്ങളെ അനുഗ്രഹിച്ച, നിങ്ങൾക്ക് പെട്രോൾ നൽകിയ, നിങ്ങൾക്ക് വിസ നൽകിയ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ച റബ്ബ് നിങ്ങളുടെ കൂടെയില്ല. ആ റബ്ബിനെ മാത്രം നിങ്ങൾക്ക് ആരാധിച്ചൂടെ? ആ റബ്ബിനെ മാത്രം നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിച്ചൂടെ? ആ റബ്ബിന് മാത്രം അവന്റെ പ്രീതികരകരമാക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെട്ടൂടെ? ആ റബ്ബിന്റെ വിധിവിലക്കുകളെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്തിക്കൂടെ? നിങ്ങൾ അവനല്ലേ സൃഷ്ടിച്ചത്? നിങ്ങൾക്ക് അവനല്ലേ എണ്ണ തന്നത്? നിങ്ങൾക്ക് അവനല്ലേ പെട്രോൾ തന്നത്? നിങ്ങൾക്ക് അവനല്ലേ വിസകൾ നൽകിയത്? നിങ്ങൾക്ക് അവനല്ലേ സമ്പത്തുകൾ നൽകിയത്? നിങ്ങൾക്ക് അവനല്ലേ സന്താനങ്ങൾ നൽകിയത്? നിങ്ങളുടെ കൂടെയുള്ള സർവാനുഗ്രഹങ്ങളുടെ മാലിക്ക് അവൻ മാത്രമല്ലേ? നിങ്ങൾക്ക് അതിൽ വല്ലതും പങ്കുണ്ടോ? നിങ്ങൾക്ക് വല്ലതിലും നിങ്ങളുടെ കൂടെയുള്ള അനുഗ്രഹത്തിൽ വല്ല പങ്കും നിങ്ങൾ വല്ല അവകാശവും പറയാനുണ്ടോ? മാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളുടെ കൂടെയുള്ള സർവാനുഗ്രഹങ്ങളും അല്ലാഹുവിൽ നിന്നിട്ട് മാത്രമാണ് എന്ന് റബ്ബ് പറയുന്നു. ഒമാബിക്കും മിൻ നിഅമ, നിങ്ങളുടെ കൂടെ വല്ല അനുഗ്രഹമുണ്ടെങ്കിൽ ഫമിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നിട്ട് മാത്രമുള്ളതാണ്. അതെ, നാം ഉണ്ടാക്കി നമ്മുടെ പരിശ്രമം കൊണ്ട് കിട്ടിയതേ അല്ല നമ്മുടെ കൂടെയുള്ളത്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹ് വർഷിച്ചത് മാത്രമാണ്, അള്ളാഹ് അനുഗ്രഹിച്ചത് മാത്രമാണ്. കാരണം നാം ഒരു പക്ഷേ ഞാനല്ല സമ്പാദിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എടാ നീ സമ്പാദിക്കാൻ ആരോഗ്യം ആരാ തന്നത്? നീ സമ്പാദിക്കാൻ സൗദി അറേബ്യയിൽ വിദേശത്തിൽ ആണെങ്കിൽ ആരാടാ വിസ എന്നത്? അങ്ങനെയൊക്കെ അള്ളാഹ് ചോദിച്ചൂടെ? അപ്പോൾ ഇവിടെ ഞാനെന്ന് പറയൽ അത് ഖാറൂന്റെ സ്വഭാവമാണ്. ഏത്? ഖാറൂനാണ്. എന്നിൽ നിന്നിട്ട് എന്റെ സ്വന്തം കൽപ്പ് കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞവൻ അവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് കാണട്ടെ നിന്റെ കഴിവ്. ഭൂമിയോട് പറഞ്ഞു വിഴുങ്ങൂ അവനെ, ഭൂമിയോട് വിഴുങ്ങൂ എന്ന് പറഞ്ഞു. അവനെ മാത്രമല്ല, അവന്റെ പേലസുകളെ, കൊട്ടാരങ്ങളെ, അവനുണ്ടാക്കിയ സമ്പത്തുകളെ, ആ ഡോളറുകളെ നമ്മുടെ ഭാഷയിൽ, അതിനെ എല്ലാം വിഴുങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്ത വാർത്ത വിശുദ്ധ ഫുർഖാൻ അലീമിൽ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ പറയുന്നു പരാക്രമികളെ കുറിച്ചിട്ട്.
അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അവർക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ വേളയിൽ പറഞ്ഞത് എന്താണ്? അല്ലയോ കൂട്ടരെ ഉഷ്കുറൂല, നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ച റബ്ബിനെ നിങ്ങൾ ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. അവന് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇബാദത്തിലൂടെ, ആരാധനകളിലൂടെ, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കലിലൂടെ, അവന് മാത്രം നേർച്ചാക്കലിലൂടെ, അവന് മാത്രം മറക്കലിലൂടെ, അവന്റെ വിധിവിലക്കുകൾ മാത്രം നടപ്പാക്കലിലൂടെ, അവനെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് സ്നേഹിക്കലിലൂടെ, അവനെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അവനെ ഭയപ്പെടലിലൂടെ, ഇതെല്ലാം അള്ളാഹ്ക്ക് നമ്മളോട് പറയാനുള്ളതാണ്. അവരോട് പറഞ്ഞതുപോലെ അതെ, ഫാറദൂ, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. ഫാറസൽനാ അലൈഹിം സൈലൽ അരിം, അള്ളാന്റെ സ്വഭാവം അതാണ്. ഇത് പണ്ടൊക്കെ അങ്ങനെയാണ്. ഇന്ന് നാം അത് കാണുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ അള്ളാഹ് അനുഗ്രഹിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. എന്തിലൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഫലമായിട്ട്. ഇവിടുന്ന് ശിക്ഷയില്ല. നമ്മുടെ മുമ്പിലുള്ള മസ്ജിദുൽ ഇജാബയിൽ ഒരഭിപ്രായത്തിൽ സഹയായ ഹദീസിലൂടെ വന്നതാണ്. റസൂൽ പ്രാർത്ഥിച്ചപ്പോൾ ആയിരുന്നു എന്ത്? 3 കാര്യം ചോദിച്ചപ്പോൾ 2 മറുപടി കിട്ടി, 1 മറുപടി കിട്ടിയില്ല. ആ 2 കാര്യത്തിൽ ഒരു കാര്യമാണ് എന്ത്? എന്റെ ഉമ്മത്തുകളെ, പണ്ടുള്ള ഉമ്മത്തുകളെ ശിക്ഷകൾ അപ്പം തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ പിടിച്ച് ശിക്ഷിക്കൽ റബ്ബിന്റെ സ്വഭാവമാണ് പണ്ട്. അതുപോലെ എന്റെ ഉമ്മത്തുകളെ ശിക്ഷിക്കരുത്. എന്റെ ഉമ്മത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദിനോട് ഉമ്മത്തുകൾ എന്നിട്ട് വിശ്വസിച്ചവരെ മാത്രമല്ല, ഈ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ആസകലമുള്ള പ്രാർത്ഥനയായിരുന്നത്. അതുകൊണ്ടാണ് റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീൻ, അനുഗ്രഹീത പുരുഷനാണ്, മനുഷ്യരാശിക്ക് ആസകലം. നബിയുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരെയും എന്ത് ചെയ്യാത്തത്? അതേ സന്ദർഭത്തിൽ തന്നെ പിടിച്ച് ശിക്ഷിക്കാതിരിക്കുന്നത്. പരാക്രമികളിവിടെയില്ലേ? നിരീശ്വരവാദികളില്ലേ? നിർമ്മതവാദികളില്ലേ? 90-ൽ പരം പ്രാവശ്യം എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹ് കൽപ്പിച്ചിട്ട് ഈ വിശ്വാസപരമായ കാര്യത്തെ ശ്രദ്ധിക്കണമെന്ന് 437 പ്രാവശ്യം മടക്കി ഖുർആനിൽ പറഞ്ഞിട്ട് ഖുർആന്റെ ഉടമകളാണെന്ന് പറയുന്നവർ തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ആ ദയനീയ രംഗം അല്ലാഹ് കാണാത്തത് കൊണ്ടാണോ? അല്ല, അല്ലാഹുവിന്റെ ദൂതർ പ്രാർത്ഥിച്ചതാണ്. എന്ത്? അവരെ അതേ സന്ദർഭത്തിൽ പിടിച്ച് ശിക്ഷിക്കരുത്, മറ്റുള്ള ഉമ്മത്തുകളെ ശിക്ഷിച്ചതുപോലെ, മറ്റുള്ള സമൂഹത്തെ ശിക്ഷിച്ചതുപോലെ. അതുകൊണ്ട് ആ പ്രാർത്ഥന ഫലമായിട്ട് നമുക്ക് ടൈം തരുന്നു അല്ലാഹു. മനുഷ്യന്മാരുടെ പരാക്രമത്തിനനുസരിച്ചിട്ട് ഇവിടെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ നടക്കുന്നതായ ഒരു ജന്തുവും ഉണ്ടാവുകയില്ലായിരുന്നേനെ. അള്ളാഹ് നിർണയിച്ച ആ പരലോകത്തിലേക്ക്, ആ മഹാകോട്ടിലേക്ക് അള്ളാഹ് ശിക്ഷാ നടപടികൾ നീക്കിവെക്കുകയാണ് എന്ന് ഖുർആന്റെ വാഗ്ദാനമാണ്. ഇവിടെ അള്ളാഹ് കാണാത്തത് കൊണ്ടല്ല, പലരോടും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുമല്ല. ചില ആൾക്കാർക്ക് തോന്നിപ്പോയി ഒരിക്കലാണ്, ഞാനിപ്പോൾ നിസ്കരിക്കാത്തത് കൊണ്ട് അള്ളാഹ് എന്നെ ശിക്ഷിക്കാത്തത്, എനിക്ക് ബിസിനസ്സിലൊക്കെ നല്ല നേട്ടവും പുരോഗതിയും നൽകുന്നത്, അള്ളാഹ്ക്ക് എന്തോരു സ്നേഹമാണ് എന്നോട്, നിസ്കരിച്ചവൻ നിസ്കരിച്ചിട്ടെന്താ കാര്യം എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട് ചില ആൾക്കാർക്ക്. അതൊന്നുമല്ല. ഇവിടെ നമസ്കരിച്ചവന് ഇവിടെയല്ല പ്രതിഫലം, ഇവിടെ നമസ്കരിക്കാത്തവന് ഇവിടെയല്ല ശിക്ഷ. അതിനെല്ലാം പരലോകത്തിലാണ് ശിക്ഷയോ അല്ലെങ്കിൽ രക്ഷയോ ലഭിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കാൻ വേണ്ടി മാത്രം ചില പരീക്ഷണങ്ങൾ ഇറക്കുമെന്നല്ലാതെ ഇവിടെ കാണുന്ന ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ സോനാമിയോ ഏത് ശിക്ഷകൾ പരിശോധിച്ചാൽ അതൊന്നും ഭയാനകമായ റബ്ബിന്റെ പരലോക ശിക്ഷയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് സഹോദരന്മാരെ, സഹോദരികളെ, ശിക്ഷ അല്ല, ഇതൊന്നും ശിക്ഷ അല്ല കൂട്ടരെ. അവിടുന്ന് ആഗ്രഹിച്ചു പോകും. എന്ത്? ഭൂമിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഒരു റക്അത്ത് നിസ്കരിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്നാണ്. അവിടുന്നല്ല, ഇവിടുന്ന് തന്നെ. ഏത്? മരിക്കുന്ന വേളയിൽ തന്നെ ആഗ്രഹിക്കും. റബ്ബേ, ഒന്ന് നീ ദുനിയാവിലേക്ക് എന്നെ മടക്കൂ, അല്പം ഞാൻ ധർമ്മം ചെയ്യട്ടെ, അല്പം ഞാൻ നമസ്കരിക്കട്ടെ, അല്പം ഇനിയെങ്കിലും ഞാൻ ബോധത്തോടു കൂടി നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഷിട്ടികളെ പൂജിക്കുകയും ഷിട്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നിന്റെ ഷിട്ടികൾക്ക്, ബിംബങ്ങൾക്കാവട്ടെ, വസ്തുക്കൾക്കാവട്ടെ, വ്യക്തികൾക്കാവട്ടെ നിനക്ക് മാത്രം നൽകേണ്ടതായ ആരാധനകളെ ഞാൻ ഓഹരി വെച്ച് പോവുകയും ചെയ്ത ആളാണ്. ഇനി ഒന്നുകൂടി എന്നെ ഭൂമിയിലേക്ക് നീ 1 മണിക്കൂറിലേക്ക് 10 മിനിറ്റിലേക്ക് മടക്കുകയാണെങ്കിൽ ഞാൻ ഇനി അങ്ങനെയുള്ള നീചകൃത്യങ്ങൾ, തോന്നിവാസങ്ങൾ ചെയ്യുകയില്ല എന്ന് പറയുന്ന വേളയിൽ അള്ളാന്റെ മറുപടി കേൾക്കുക ഖുർആനിൽ. കല്ല,
അത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അർത്ഥശൂന്യമായ പദം അവനത് പറയുന്നു എന്നല്ലാതെ അതിന്റെ യാതൊരു പ്രയോജനവും അവന് ലഭിക്കുന്നതല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവർക്ക് മരണശേഷം ബർസഖ് എന്ന ലോകത്തെ നേരിടേണ്ടി വരും. ആ ലോകത്തിൽ അവർ ജീവിക്കേണ്ടി വരും. പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ജീവിതത്തിന്റെ പേരാണ് ബർസഖ്, ഈ ജീവിതം. അതാണ് ഖബറിലുള്ള ജീവിതം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവരെ വീണ്ടും പുനർജീവനം നൽകുന്ന പരലോക ജീവിതത്തിന് മുമ്പായിട്ട് അവർക്ക് എന്തുണ്ട്? ഖബർ ജീവിതമുണ്ട്. ഖബർ ജീവിതത്തിൽ അവർക്ക് ഒന്നിരിക്കലോ ശിക്ഷയോ അല്ലെങ്കിൽ രക്ഷയോ ഉണ്ട്. അവിടെ തന്നെ ആരംഭിക്കും. നരകം കണ്ട് ജീവിക്കാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വർഗം കണ്ട് ജീവിക്കാം, അള്ളാഹു ഇനത്തിൽ നമ്മെ പെടുത്തട്ടെ. അതൊക്കെ റസൂൽ പറഞ്ഞ ഭാഗമാണ്, എതിർക്കാൻ പറ്റൂല സത്യവിശ്വാസിക്ക്. അതെ, അപ്പോൾ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വർഷിച്ചു. ആർക്ക്? നാട്ടുകാരാകുന്ന അന്നത്തെ കാലഘട്ടത്തിൽ മഹാവൻ രാഷ്ട്രത്തിന്റെ ഉടമകളായ വിഭാഗത്തിന്. എവിടെയാണത്? യമനിലാണ്. അല്ലാഹു ഖുർആനിൽ സബ എന്ന ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. ആ സൂറത്തിലാണ് ഈ വിശദീകരണം നൽകുന്നത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ فما بكت عليهم السماء والأرض وما كانوا منذرين كم تركوا من جنات وعيون. ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഖുർആനിൽ വിട്ടുകിടക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ പറ്റുന്ന, അത് ഓർക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹു നിങ്ങൾക്കൊരു ഉദാഹരണം നൽകുകയാണ്. ഖറിയതൻ കാനത്ത് ആമിന, നല്ല സുരക്ഷിതത്വത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ഒരു വിഭാഗം, ഒരു സമൂഹം ഒരു പട്ടണത്തിൽ ജീവിക്കുകയായിരുന്നു. സബ പോലത്തെ നാടുകൾ, ആദ് ഗോത്രക്കാർ ജീവിച്ച നാട് പോലത്തെ നാടുകൾ സൗദർബിന്റെ അകത്താണ്. സമൂദ് ഗോത്രക്കാർ ജീവിച്ച നാട് മദായിൻ സാലിഹ്. ഇപ്പോഴും കാണാം, 420 കിലോമീറ്റർ അകലെയാണ് മദീനയിൽ നിന്നിട്ട് ആ നാട് സ്ഥിതി ചെയ്യുന്നത്, വടക്ക് ഭാഗത്ത് മദായിൻ സാലിഹ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കേൾക്കുന്ന യമനിലാണ് എന്തുള്ളത്? ആദ് ഗോത്രക്കാരുടെ നാട് അഹ്ഖാഫ്. ഇതൊക്കെ അല്ലാഹ് എന്ത് ചെയ്തു? അതിലേക്കാണ് സൂചന. ഖറിയതൻ ആമിനതൻ മുത്മഇന്ന, സുരക്ഷിതത്വത്തോടുകൂടി ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി പ്രയാസമില്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നിട്ടും അവർക്ക് ആവശ്യമുള്ള സമ്പത്തുകൾ അവർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള ജീവിതം അവർ നയിക്കുമായിരുന്നു. മിൻകുല്ലി മക്കാൻ അല്ലാഹു ചെയ്തതായ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്യാതെ ജീവിച്ചു. നന്ദികേട് കാട്ടി അള്ളാഹനെ മാത്രം അവർ ആരാധിച്ചില്ല, അള്ളാഹനെ മാത്രം അവർ വിളിച്ച് പ്രാർത്ഥിച്ചില്ല, അള്ളാഹനെ അവർ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചില്ല. ഫാദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അവർക്ക് നാം പിന്നെ അതിന് പകരം പട്ടിണി നൽകി, അവർക്ക് അതിന് പകരം ഭയം നൽകി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ നൽകുന്നു. അതുപോലെ മറ്റു ശിക്ഷിക്കപ്പെട്ട വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നു, കം തറകൂ മിൻ ജന്നാത്തിൻ ഉയൂൻ. അവർ എത്ര തോട്ടങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പോയത് കൂട്ടരെ നിങ്ങൾ കാണുന്നില്ലേ? നദികൾ അവരുടെ നാട്ടിലുണ്ടായിരുന്നു, തോട്ടങ്ങൾ അവരുടെ നാട്ടിലുണ്ടായിരുന്നു. നല്ല മാന്യമായി ജീവിക്കാൻ അവർക്ക് സഹായകമായി മാറുന്ന എത്ര കൃഷികൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു, എത്ര കെട്ടിടങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു, എത്ര താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളിൽ അവർ മുഴുകി ആസ്വദിച്ച് ആഡംബര ജീവിതം ജീവിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് നാം നോട്ടിയിട്ട് കൊണ്ട് ചുട്ടിച്ചാമ്പലാക്കിയത്. ആകാശം അവർ മരിച്ചു പോയതിൽ കരഞ്ഞിട്ടില്ല, ഭൂമിയും അവർ നശിച്ചു പോയതിൽ കരഞ്ഞിട്ടില്ല. അല്ലാഹു പറയുന്ന ശൈലിയാണ്, സാഹിത്യ ശൈലിയല്ല. ചില ആൾക്കാർ പറയാണ്ട് സാഹിത്യ ശൈലിയാണ്. ആകാശം കരയും കൂട്ടരെ, ഭൂമിയും കരയും. നമ്മുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായ ദിവസത്തിൽ റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹുവിന്റെ അർശ് കിലുങ്ങി, അള്ളാഹുവിന്റെ അർശ് കിലുങ്ങി. അതിൽ അത്ഭുതമില്ല. ആരായിരുന്നു സഅദ്? മദീനയിൽ നാം കേൾക്കാൻ പോകുന്ന അൻസാറുകൾ എന്ന ചരിത്രം വശമാണല്ലോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ അൻസാറുകളുടെ നേതാവായിരുന്നു സഅദ്. 35കാരൻ മാത്രം. 35കാരൻ. ആര്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്.
അതെ, സഅദിന്റെ പരലോകത്തിൽ കിട്ടാൻ പോകുന്ന ടവല് ഇവിടെ നാം കാണുന്ന അനുഗ്രഹങ്ങളെക്കാൾ ഉത്തമമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പരലോകത്തിൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന കർശീഫ് അല്ലെങ്കിൽ ടവല് മാത്രം. അതാണ് സ്വർഗലോകം, അതാണ് സ്വർഗലോകം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ളതായ മഹാത്മാക്കൾ മരിക്കുമ്പോൾ കരയുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട് ആകാശവും ഭൂമിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയത്ത് നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗം, അള്ളാഹ് ചെയ്ത അനുഗ്രഹത്തിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാതെ, മദീനയിലേക്ക് വിസ കിട്ടിയിട്ട് മദീനയിൽ താമസിച്ചിട്ട് പോലും മദീനത്തെ പള്ളി കാണാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ, പണ്ട് കാലഘട്ടങ്ങളിൽ ഷിയാക്കളോ അല്ലെങ്കിൽ റാഫിദികളോ ഉണ്ടാക്കിയതായ ശിർക്കിന്റെ ഗ്രന്ഥങ്ങളോ ശിർക്കിന്റെ ഏടുകളോ ശിർക്കിന്റെ വചനങ്ങളോ ശിർക്കിന്റെ പദ്യങ്ങളോ പാടിയിട്ട് ഈ തൗഹീദിന്റെ നാട്ടിൽ തന്നെ അനാചാരങ്ങൾ കാട്ടിക്കൂട്ടുന്ന വിഭാഗം നന്ദികേട് കാട്ടുമ്പോൾ അള്ളാഹ് കാണാത്തത് കൊണ്ടല്ല, അള്ളാഹ് അത് കണ്ടിട്ട് സന്തോഷിച്ചത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിന്ന് ശിക്ഷിക്കണ്ട എന്ന് വെച്ചത് കൊണ്ടാണെന്നത് മനസ്സിലാക്കണം. പക്ഷേ അള്ളാഹു ചോദിക്കുന്നു, പണ്ട് കാലഘട്ടങ്ങളിൽ ഞാൻ അപ്പടി തന്നെ ശിക്ഷിക്കലായിരുന്നു. അവരെത്രയെത്ര കൊട്ടാരങ്ങൾ ഒഴിവാക്കിപ്പോയി, കെട്ടിടങ്ങൾ ഒഴിവാക്കിപ്പോയി, കൃഷികൾ ഒഴിവാക്കിപ്പോയി, നദികൾ ഒഴിവാക്കിപ്പോയി. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളരീൻ. അവർ മരിച്ച കാരണത്താൽ ആകാശമോ ഭൂമിയോ കരഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവരെ സഹായിക്കണമെന്ന തോന്നലോ സഹായിക്കാനോ ആർക്കും ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിട്ടില്ല. സഹായം ലഭിക്കുകയുമില്ല. അള്ളാഹു സൂക്ഷിക്കുന്നവർക്ക് സഹായം ലഭിക്കാനോ എവിടുന്നാണെന്ന് സംഭവിക്കുക? അനഹ്ലകൂ ഫീന സാലിഹൂൻ. നബിയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം നശിക്കുമോ നമ്മുടെ കൂടെ സാലിഹ്യങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടത്തോളം? റസൂലിന്റെ മറുപടി, അതേ നശിക്കും. എപ്പോൾ? അസത്യം വ്യാപകമായാൽ. അതെ, മുസ്ലിഹ്യങ്ങൾ ഉണ്ടായാൽ ശിക്ഷ വരൂല, സാലിഹ്യങ്ങൾ ഉണ്ടായാൽ ശിക്ഷ വരും. മനസ്സിലാകുന്നുണ്ടോ? ഇത് അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ പറയുമ്പോൾ പറയേണ്ട വാക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച നടക്കുന്ന ക്ലാസ് പള്ളിയിലാണല്ലോ, റസൂൽ സംസ്കരിച്ച പള്ളിയിൽ. ആ പള്ളിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ഈ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗം ഇതൊക്കെ നാം ഓർക്കണം. സാലിഹ്യങ്ങൾ, മുസ്ലിങ്ങൾ ചേഞ്ച് പറയാമോ? സാലിഹ് കേട്ടോ, സാലിഹ് സ്വയം നന്നായ ആള്, മുസ്ലിഹ് സ്വയം നന്നായതോടൊപ്പം മറ്റുള്ളവരെ നന്നാക്കുന്ന ആള്. കേട്ടോ മറുപടി? അപ്പോൾ സ്വയം നന്നായവർ ധാരാളം ഉണ്ടായിട്ട് പ്രയോജനമില്ല. സ്വയം നന്നാകുന്നതോടുകൂടി അറിവുള്ളത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ടോ, അല്ലെങ്കിൽ തെറ്റുകൾ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചിട്ടോ, അല്ലെങ്കിൽ തെറ്റുകൾ മാറ്റാൻ വേണ്ടിയുള്ള മാധ്യമങ്ങൾ സീഡികളിലൂടെയോ ഓഡിയോകളിലൂടെയോ കാസറ്റുകളിലൂടെയോ ഏത് രൂപത്തിലോ ഉപയോഗപ്പെടുത്തിയിട്ടോ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് മുസ്ലിഹ്. മുസ്ലിഹുള്ള സ്ഥലത്ത് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല, സാലിഹുള്ള സ്ഥലത്ത് ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ടൈം അവസാനിച്ചിരിക്കുകയാണ്, അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ സബ നാട്ടുകാരുടെ അന്ത്യത്തെക്കുറിച്ച് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സബ നാട്ടുകാരുടെ കഥ ഞാൻ പറയുന്നത് എന്തിനാണ്? സബ നാട്ടുകാരാണ്. ആരുടെ വാപ്പമാർ? അൻസാറുകളെന്ന മദീനയിൽ വന്നുകൂടിയവരുടെ വാപ്പമാർ. അവിടുന്ന് വരണം നമുക്ക്. യമനിലേക്ക് ഞാൻ പോയതെന്തിനാണ്? യമനിൽ നിന്നിട്ട് മദീനയിലേക്ക് വരും, അപ്പോൾ നമുക്ക് അൻസാറുകളെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമുക്ക് അൻസാറുകളെ കുറിച്ച് വിശദാംശങ്ങൾ ഫാമിലി ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സുകളിലൂടെ, ഹാജിമാര് വരുന്നതിന് മുമ്പായിട്ട് എത്ര ക്ലാസ്സുകൾ നടക്കാൻ പറ്റുന്നു അത്ര ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ കേട്ടുകൊണ്ടിരിക്കാം. അള്ളാഹു അതിന് ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സ്ത്രീകൾക്ക് ആർത്തവരക്തകാലത്ത് നഖം മുറിക്കാനും മുടിയും നീക്കാനും പാടുണ്ടോ എന്നതാണ് ചോദ്യം. അതെ, വിരോധമില്ല. അഴുക്കായ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അഴുക്കായ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. കാരണം പാടില്ല എന്നതിലേക്ക് വ്യക്തമായ ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. എന്ന് മാത്രമല്ല, നിർബന്ധമായ ജനാബത്ത് കുളിയോ നിർബന്ധമായ ഹൈദ് കുളിയോ കുളിക്കാൻ വേണ്ടി പോകുന്ന വേളയിൽ അഴുക്കായ മുടിയെയും അഴുക്കായ നഖങ്ങളെയും മുറിച്ചിട്ടാണ് കുളിക്കാൻ പോകേണ്ടത് എന്ന് അതാ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്, ഇബ്നു അബ്ബാസിന്റെ ഡയറക്റ്റ് തിൽമീദാണ്. അദ്ദേഹം പറഞ്ഞ വാക്കായിട്ട് സഹീഹുൽ ബുഖാരിയിൽ തഅലീഖായി ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് എന്നതുകൂടി ഞാനിവിടെ പറയാറുണ്ട്. അതുകൊണ്ട് വ്യക്തമായി നമ്മുടെ മുമ്പിൽ അത് പാടില്ല എന്നതിലേക്ക് തെളിവില്ലാത്തതുകൊണ്ട് വിരോധമില്ല എന്നതാണ് അതിന് മറുപടി.
ഇതുവരെ പറഞ്ഞതിനെ അള്ളാഹു സൽക്രമമായി സ്വീകരിക്കട്ടെ. ഇനിയും സൽക്രമങ്ങൾ ചെയ്യാനുള്ളതായ മാധ്യമമായിട്ട് ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിട്ട് എൽമുകൾ ശേഖരിക്കുവാനും വിജ്ഞാനങ്ങൾ പഠിക്കുവാനും മദീനയിലേക്ക് കിട്ടിയതായ വീസ ശരിക്ക് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുവാനും പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് ആത്മാർത്ഥതയും തൗഫീഖും നൽകുമാറാകട്ടെ. നമ്മൾ നിന്നിട്ട് മരിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ നിന്നിട്ട് രോഗം മാറ്റട്ടെ. മരിച്ചവരുണ്ടെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മാഫ് ചെയ്യട്ടെ. നാമും മരിക്കുമ്പോൾ നമുക്കും അള്ളാഹു മാഫ് ചെയ്ത് തരുമാറാകട്ടെ. നമ്മൾ നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലേഹ്യങ്ങളായ ഇണകളെ നൽകട്ടെ. അപ്രകാരം തന്നെ നമ്മൾ നിട്ട് സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കുമെല്ലാം സാലേഹ്യങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.